Which are the principles of personal policy? Personal policy should be in that should be in written form. Concept of organization structure includes Good morning. Good morning, ma'am. Okay, നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സില് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഇൻ ദ ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്തില്ലേ? സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി സ്റ്റാർട്ട് ചെയ്തില്ലേ? yes, miss. Okay. ജസ്റ്റ് ആ ഒരു ഫസ്റ്റ് പാരഗ്രാഫ് മാത്രമല്ലേ പറഞ്ഞോളൂ. സേഫ്റ്റി അവയർനെസ് സ്റ്റാർട്ട് ചെയ്തില്ലല്ലോ. അവയർനെസ് പറഞ്ഞിരുന്നോ? ഉണ്ടായിരുന്ന ആരെങ്കിലും ഒന്ന് പറയാം. ഇല്ല. ശരി. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഇൻ ദ ഹോസ്പിറ്റൽ അല്ലെ, അതിൽ എന്താണ് സേഫ്റ്റി എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിരുന്നു നമ്മള്. എന്താണ് സേഫ്റ്റി എന്ന് പറഞ്ഞ? സേഫ്റ്റി മീൻസ് ടു ബി ഫ്രീ ഫ്രം ഇഞ്ചുറി, റിസ്ക് ഓർ ഹാം അല്ലെ, എന്തെങ്കിലും പരിക്കുകളിൽ നിന്നോ അപകട സാധ്യതകളിൽ നിന്നോ അല്ലെങ്കിൽ ഹാം അല്ലെങ്കിൽ ഉപദ്രവങ്ങളിൽ നിന്നോ മുക്തരാവുന്നതിനെയാണ് ശരിക്കും സേഫ്റ്റി അല്ലെങ്കിൽ സുരക്ഷ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഏതൊരു ഹോസ്പിറ്റൽ മാനേജ്മെന്റിനോ എന്തുമായി ബന്ധപ്പെട്ട സേഫ്റ്റി അല്ലെങ്കിൽ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ടു ഫോൾഡ് റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഒരു ഇരട്ട ഉത്തരവാദിത്തമാണുള്ളത്. ഏതൊക്കെയാണ് ആ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ടു ഫോൾഡ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്? ഫസ്റ്റ് വൺ എന്താ പറഞ്ഞേ? ടു മേക്ക് ദ വർക്ക് പ്ലേസ് ആൻഡ് സറൗണ്ടിങ് സേഫ് ബൈ ക്രിയേറ്റിംഗ് സേഫ് കണ്ടീഷൻസ് അല്ലെ, ഒരു സുരക്ഷിതമായ ഒരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഉണ്ടാക്കി നൽകുന്നതിലൂടെ അവിടെ വർക്ക് ചെയ്ത ജീവനക്കാരുടെ വർക്ക് പ്ലേസ് അല്ലെ, അവർ വർക്ക് ചെയ്യുന്ന ഇടവും അതുപോലെ തന്നെ അതിന്റെ ചുറ്റുപാടും വളരെ സേഫ് ആയിട്ട് നമുക്ക് നിലനിർത്താൻ സാധിക്കും അല്ലെ. രണ്ടാമത്തെ റെസ്പോൺസിബിലിറ്റി ആണ് ടു എസ്റ്റാബ്ലിഷ് കമ്മ്യൂണിക്കേറ്റ് ടു ഓൾ കൺസേൺ ആൻഡ് എൻഫോഴ്സ് സേഫ്റ്റി റൂൾസ്, സുരക്ഷാ നിയമങ്ങൾ നടപ്പിലാക്കുക അല്ലെ. ആ ഒരു സ്ഥാപനത്തില് ആ സ്ഥാപനത്തിൻ്റെതായ സുരക്ഷാ നിയമങ്ങൾ നടപ്പിലാക്കുകയും അത് നടപ്പിലാക്കിയാൽ മാത്രം മതിയോ, അത് അവിടുത്തെ ജീവനക്കാരുമായിട്ട് എന്ത് ചെയ്യുക, കമ്മ്യൂണിക്കേഷൻസ് സ്ഥാപിക്കുകയും ചെയ്യുക അല്ലെ. അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ആ സേഫ്റ്റി എങ്ങനെയാണ് നടപ്പിലാക്കേണ്ടത് എന്ന് അവർക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ അതിനനുസരിച്ച് സേഫ്റ്റി റൂൾസ് നടപ്പിലാക്കുകയും അത് കൃത്യമായിട്ട് അവിടെയുള്ള ജീവനക്കാരോട് കമ്മ്യൂണിക്കേഷനിൽ ആശയവിനിമയം നടത്തുകയും ചെയ്യുക. ഇത് രണ്ടും ഒരു ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി, പ്രധാനപ്പെട്ട ടു ഫോൾഡ് റെസ്പോൺസിബിലിറ്റി ആണ്, ഇരട്ട ഉത്തരവാദിത്തമാണ്. ക്ലിയർ ആണല്ലോ? എന്താണ് സേഫ്റ്റി എന്ന് മനസ്സിലായി. നമ്മൾ ആ ടു ഫോൾഡ് റെസ്പോൺസിബിലിറ്റിയും ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ്
സേഫ്റ്റി അവയർനെസ്. സേഫ്റ്റി അവയർനെസ് എന്ന് പറയുമ്പോൾ അവയർനെസ് എന്ന് പറയുന്നത് ഒരു അവബോധം ഉണ്ടാവുക അല്ലെ, സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ഒരു അവബോധം അല്ലെ. നോക്കിയപ്പോ സേഫ്റ്റി അവയർനെസ് is knowledge of work related risk is necessary. എന്താണ്? ഒരു ജോലിയുമായി ബന്ധപ്പെട്ട അപകട സാധ്യതകളെ കുറിച്ച് ഉള്ള ഒരു അറിവ് എന്ന് പറയുന്നത് വളരെ അനിവാര്യമാണ്. അതാണ് ശരിക്കും സേഫ്റ്റി അവയർനെസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ ഏതൊരു ജോലിക്കും അതിൻ്റെതായ റിസ്ക് കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ. ഏതൊരു ജോലി ചെയ്യുമ്പോഴും അതിൻ്റെതായ റിസ്കും കാര്യങ്ങളും ഇല്ലേ? ഉണ്ടോ? ഉണ്ട് അല്ലെ. അപ്പൊ അതിൻ്റെതായ ഏത് ജോലിയുമായിക്കോട്ടെ ആ ജോലിയുമായി ബന്ധപ്പെട്ട റിസ്ക് അല്ലെങ്കിൽ അപകട സാധ്യതകളെ കുറിച്ചുള്ള ഒരു അറിവാണ് സേഫ്റ്റി അവയർനെസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ സേഫ്റ്റി അവയർനെസ് എന്താണെന്ന് ചോദിച്ചാല് നോളജ് ഓഫ് വർക്ക് റിലേറ്റഡ് റിസ്ക്സ് അല്ലെ. ആ ഒരു ഏത് ജോലിയാണോ നമ്മൾ ചെയ്യുന്നത് ആ ജോലിയുമായി ബന്ധപ്പെട്ട അപകട സാധ്യതകളെ കുറിച്ചുള്ള ഒരു അറിവാണ് സേഫ്റ്റി അവയർനെസ്. അപ്പൊ ആ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട അപകട സാധ്യതകൾ അറിഞ്ഞാല് അതിനെന്തൊക്കെ സുരക്ഷാ മുൻകരുതൽ എടുക്കണം എന്നും നമുക്കൊരു അവബോധം കിട്ടും അല്ലെ. ആ ഒരു റിസ്ക് എന്താന്ന് മനസ്സിലായി കഴിഞ്ഞാല് ആണല്ലോ നമുക്കൊരു ആ ഒരു അപകട സാധ്യത എന്താന്ന് മനസ്സിലായാലും നമുക്ക് അതിനനുസരിച്ചുള്ള സേഫ്റ്റി മെഷേഴ്സ് എടുക്കാൻ പറ്റും അല്ലെ. അപ്പൊ അതിനനുസരിച്ചൊരു നോളജ് അല്ലെങ്കിൽ ഒരു അവബോധം ഉണ്ടാക്കുന്നതിനെയാണ് ശരിക്കും സേഫ്റ്റി അവയർനെസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രധാനമായിട്ടും ലാബ്, നഴ്സിംഗ് ഫ്ലോർ, ലോണ്ടറി ആൻഡ് കിച്ചൺ ഡിമാൻഡ് സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ബ്രോഡ് സേഫ്റ്റി റൂൾസ്. ഒരു വിശാലമായ സേഫ്റ്റി റൂളുകളും സുരക്ഷാ നിയമങ്ങളും അതുപോലെ സ്പെഷ്യൽ ആയിട്ടുള്ള പ്രത്യേകമായ നിർദ്ദേശങ്ങളും എവിടെയാണ് ഏറ്റവും കൂടുതൽ ആവശ്യമായി വരുന്നത്? ലാബുകളിൽ. ലാബുമായി ബന്ധപ്പെട്ട ഒത്തിരി സേഫ്റ്റി സുരക്ഷ നമ്മൾ കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ടോ? ഉണ്ടോ? ലാബുമായി ബന്ധപ്പെട്ട് സേഫ്റ്റി ഒത്തിരി സേഫ്റ്റി നമ്മുടെ സുരക്ഷ അവിടുത്തെ ജീവനക്കാർ ഒത്തിരി പേര് അല്ലെ ഒത്തിരി പേര് ഇൻക്ലൂഡഡ് ആവുന്ന ഒരു ഏരിയ ആണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ നഴ്സിംഗ് ഫ്ലോറ്, ദെൻ ലോണ്ടറി ആൻഡ് കിച്ചൺ. ലോണ്ടറി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോസ്പിറ്റലുകളിലെ അലക്കുശാലകള് അല്ലെ, ഇതിനനുസരിച്ച് തുണിത്തരങ്ങള് ക്ലീൻ ചെയ്തെടുക്കുന്ന ഇടമാണ് ലോണ്ടറി എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അവിടെയാണെങ്കിലും നമ്മുടെ കിച്ചൺ ഏരിയ ആണെങ്കിലും അല്ലെ ഇവിടെയൊക്കെ കൂടുതൽ അല്ലെ മറ്റുള്ള ഇടങ്ങളിൽ വേണ്ടാന്നല്ല, എന്നാൽ പോലും കുറച്ചും കൂടി സ്പെഷ്യൽ ആയിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകേണ്ടതും കുറച്ചും കൂടി വിശാലമായ രീതിയിലുള്ളൊരു സുരക്ഷാ നിയമങ്ങൾ നടപ്പിലാക്കേണ്ടതും പാലിക്കേണ്ടതും ഏറ്റവും കൂടുതൽ ആവശ്യമായി വരുന്ന ഇടങ്ങളാണ് ഈ പറഞ്ഞവ. ലാബ്, നഴ്സിംഗ് ഫ്ലോർസ്, ലോണ്ടറി ആൻഡ് കിച്ചൺ ഏരിയാസ്. ഓക്കെ അല്ലേ? Then employees should develop a safe attitude and safe behavior. ഇനി അവിടെ വർക്ക് ചെയ്യുന്ന ജീവനക്കാര് എങ്ങനെ എന്ത് വളർത്തിയെടുക്കണം എന്നാ പറയുന്നത്? ഒരു സേഫ് ആറ്റിറ്റ്യൂഡ്, ഒരു സുരക്ഷിതമായ ഒരു മനോഭാവം അല്ലെ. സേഫ് ആറ്റിറ്റ്യൂഡ്, ഒരു സുരക്ഷിതമായ മനോഭാവം ആൻഡ് സേഫ് ബിഹേവിയർ, ഒരു സുരക്ഷിതമായൊരു പെരുമാറ്റവും വളർത്തിയെടുക്കണം. Then the positive factor for most accidents are more human than environmental. അല്ലെ, ഏതൊരു അപകടത്തിന്റെയും അല്ലെങ്കിൽ ഏത് മിക്ക അപകടങ്ങളുടെയും ഏറ്റവും പ്രധാന കാരണം എന്ന് പറയുന്നത്, കാരണ ഘടകം എന്ന് പറയുന്നത് ആരാണ്? പരിസ്ഥിതിയാണോ അതോ മനുഷ്യരാണോ? ഏതാണ്? The causative factor ആരാണ്? പ്രധാന കാരണ ഘടകം എന്ന് പറയുന്നത് ഹ്യൂമൻസ് ആണ് അല്ലെ, മനുഷ്യർ തന്നെയാണ്. The positive factor for most accidents, മിക്ക ആക്സിഡന്റിന്റെയും പ്രധാന അപകട കാരണ ഘടകം എന്ന് പറയുന്നത് ഹ്യൂമൻ ആൻഡ് എൻവയോൺമെന്റൽ, നമ്മുടെ പരിസ്ഥിതിയേക്കാൾ കൂടുതൽ മനുഷ്യർ തന്നെയാണ് അല്ലെ. അപ്പൊ സേഫ്റ്റി അവയർനെസ് എന്നതുകൊണ്ട് നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക. സേഫ്റ്റി അവയർനെസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊരു ജോലി ഏറ്റെടുക്കുമ്പോൾ ആ ജോലിയുമായി ബന്ധപ്പെട്ട അപകട സാധ്യതകളെ കുറിച്ചുള്ള അറിവാണ് ശരിക്കും സേഫ്റ്റി അവയർനെസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ. അങ്ങനെ ഒരു അറിവ് കിട്ടിയാൽ മാത്രമേ അതിനനുസരിച്ചുള്ള പ്രിക്കോഷൻസ് അല്ലെങ്കിൽ മുൻകരുതൽ നമുക്ക് സുരക്ഷയുമായി ബന്ധപ്പെട്ട് എടുക്കാൻ സാധിക്കുകയുള്ളൂ അല്ലെ. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ ഒരു ഹോസ്പിറ്റലില് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട കൂടുതൽ ഡിമാൻഡുകൾ വരുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സേഫ്റ്റി റൂൾസ് പാലിക്കേണ്ടി വരുന്ന ഇടങ്ങളാണ് ലാബ്, നഴ്സിംഗ് ഫ്ലോർസ്, ലോണ്ടറി ആൻഡ് കിച്ചൺ മുതലായ ഏരിയാസ്. ഇനി അവിടെയുള്ള ജീവനക്കാർ എന്ത് വളർത്തിയെടുക്കണം? ഒരു സുരക്ഷിതമായ മനോഭാവവും ഒരു സുരക്ഷിതമായ പെരുമാറ്റവും വളർത്തിയെടുക്കേണ്ടതുണ്ട്. അതുകൂടാതെ ഏതൊരു മിക്ക അപകടങ്ങളുടെയും പ്രധാന കാരണ ഘടകം എന്ന് പറയുന്നത് പരിസ്ഥിതിയേക്കാൾ കൂടുതൽ മനുഷ്യർ തന്നെയാണ്. വേഗം ഒന്ന് വായിച്ചു നോക്കി സേഫ്റ്റി അവയർനെസ്. Safety awareness is knowledge of work related risk is necessary. Environmental, social, and
ക്ലിയർ ആണോ? സേഫ്റ്റി അവയർനെസ് ക്ലിയർ ആണോ? ഓക്കെ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. ഹോസ്പിറ്റൽ സേഫ്റ്റി റൂൾസ് ആണ്. അപ്പൊ ഇനി ഒക്കെ നമ്മൾ നടക്കുന്നത് ഓരോ വിഭാഗവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഓരോ ഏരിയയുമായി ബന്ധപ്പെട്ടുള്ള സേഫ്റ്റി റൂൾസ് മുതലായ കാര്യങ്ങൾ, അവിടുത്തെ ജീവനക്കാരുമായി ബന്ധപ്പെട്ടത്, പേഷ്യൻസുമായി ബന്ധപ്പെട്ടത്, അവരെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടത്, അപ്പോഴൊക്കെ പാലിക്കേണ്ടതായിട്ടുള്ള കുറച്ച് സേഫ്റ്റി റൂളുകൾ ഉണ്ട്. അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് കേട്ടോ. ആദ്യം നമ്മൾ സേഫ്റ്റിയെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് സെക്യൂരിറ്റിയിലേക്ക് കടന്നുള്ളൂ കേട്ടോ. ഫസ്റ്റ് വൺ ആണ് ജനറൽ സേഫ്റ്റി റൂൾസ് ഫോർ പേഴ്സണൽ. പേഴ്സണൽ എന്ന് പറഞ്ഞാൽ ആരാണ്? ഇവിടെ നമ്മൾ പേഴ്സണൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരെയാണ്? പേഴ്സണൽ എന്ന് പറയുന്ന വേർഡ് കാണുമ്പോൾ നിങ്ങൾ ആരെയാണ് ഓർക്കേണ്ടത്? പേഷ്യൻസ് അല്ല, എംപ്ലോയീസ് ആണ് കേട്ടോ. എംപ്ലോയീസ് ആണ്. പേഴ്സണൽ എന്നതിന്റെ ആ ഒരു ഡബിൾ ഉണ്ട്. അങ്ങനെ ഒരു ഇത് വരുമ്പോ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ നമ്മുടെ പേഷ്യൻസ് എന്നൊരു മീനിങ് അല്ല വരുന്നത് കേട്ടോ. പേഴ്സണൽ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് എംപ്ലോയീസ് ആണ് കേട്ടോ, അവിടുത്തെ ജീവനക്കാർ അല്ലെങ്കിൽ സ്റ്റാഫുകൾ. അപ്പൊ നോക്കി, ജനറൽ സേഫ്റ്റി റൂൾസ്, അവിടുത്തെ ജീവനക്കാരുമായി ബന്ധപ്പെട്ടുള്ള ജനറൽ സേഫ്റ്റി റൂൾസ് അല്ലെങ്കിൽ സേഫ്റ്റി റൂൾസ്, പൊതുവായിട്ടുള്ള കുറച്ച് സേഫ്റ്റി സുരക്ഷാ നിയമങ്ങളാണ് പറയുന്നത് കേട്ടോ. ഫസ്റ്റ് വൺ ആണ് റൈറ്റ് വേ ടു ഡു എ ജോബ് ഇൻ ദ ഹോസ്പിറ്റൽ ഇസ് ദ സേഫ് വേ. ഒരു ഹോസ്പിറ്റലില് നമ്മളൊരു ജോലി ചെയ്യാനുള്ള ഏറ്റവും ശരിയായ മാർഗം എന്ന് പറയുന്നത് ശരിയായ വഴിയിലൂടെ ചെയ്യുക എന്നത് തന്നെയാണ് അല്ലെ. ഏറ്റവും സുരക്ഷിതമായിട്ടൊരു വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് സേഫ് ആയിട്ടുള്ള വഴിയിലൂടെ ചെയ്യുമ്പോഴല്ലേ അത് സുരക്ഷിതമാകുന്നത് അല്ലെ. ഒരു സേഫ് ആയിട്ടുള്ള വഴിയിലൂടെ ചെയ്യുമ്പോഴാണ് നമ്മൾ ആ ഒരു ജോലി നമ്മൾ സുരക്ഷിതമായി ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. അത് തന്നെ എവിടെയും പറയുന്നത് റൈറ്റ് വേ ടു ഡു എ ജോബ് ഇൻ ദ ഹോസ്പിറ്റൽ ഈസ് ദ സേഫ് വേ. ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ ജോലി ചെയ്യാനുള്ള ഒരു സുരക്ഷിതമായ മാർഗം എന്ന് പറയുന്നത് ശരിയായ വഴിയിലൂടെ ആ ജോലി ചെയ്യുക എന്നതാണ് അല്ലെ. ആൻഡ് നോ യുവർ ജോബ് അബ്സല്യൂട്ട്ലി. ഇനി എന്താണ് രണ്ടാമത്തെ കാര്യം അവർ അറിയേണ്ടത്? എന്ത് ജോലിയാണ് ആ ജോലിയെ കുറിച്ച് കൃത്യമായ ഒരു അറിവുണ്ടായിരിക്കുക ആണ്. അപ്പൊ എന്നാലല്ലേ നമുക്ക് സേഫ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. ഏത് ജോലിയാണെങ്കിലും നമുക്ക് അധികം കാര്യങ്ങളൊന്നും അറിയില്ല, കുറച്ച് കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ. അപ്പൊ നമുക്ക് എല്ലാ രീതിയിലുമുള്ള സേഫ്റ്റി നമുക്ക് അവിടെ ഉറപ്പുവരുത്താനോ നമുക്ക് അവിടെ സേഫ്റ്റി കൊണ്ടുവരാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പാലിക്കാനോ പറ്റുമോ? ഇല്ല അല്ലെ, ഒരിക്കലും നമുക്ക് അങ്ങനെ പറ്റില്ല. അപ്പൊ എപ്പോഴും ഏതൊരു ജോലിയാണെങ്കിലും അതിനെ കുറിച്ചുള്ള പൂർണ്ണമായ എല്ലാ കാര്യങ്ങളും കൃത്യമായൊരു അറിവ് ആ ഒരു ജോലിയെ കുറിച്ച് ഉണ്ടാക്കിയെടുക്കുക. Then whenever there is doubt, do not indulge in guesswork. Ask the supervisor. ഇനി എന്താണ്? ഇനി ചില ജോലികൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡൗട്ട് വരാം അല്ലെ. സ്വാഭാവികമായിട്ടും പല സംശയങ്ങൾ വരാം അല്ലെ. നമ്മളിപ്പോ ആദ്യമായിട്ട് ചെല്ലുന്നതാണെങ്കിലും ഒത്തിരി സംശയങ്ങൾ ഉണ്ടാവും അല്ലെ. ഇപ്പൊ ഒരു പുതിയ എക്യുപ്മെന്റ് കൊണ്ടുവന്ന് ഇൻസ്റ്റാൾ ചെയ്താൽ അതുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഒത്തിരി ഡൗട്ടുകൾ വരാം. അപ്പൊ അങ്ങനെയുള്ള ഡൗട്ടുകളോ കാര്യങ്ങളോ സംശയങ്ങളോ വന്നാല് do not indulge in guesswork. എന്നാണ് ഉദ്ദേശിച്ചത്? ഇവിടെ ഊഹക്കച്ചവടത്തിൽ ഏർപ്പെടരുത്. അല്ലെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ ഗസ് ചെയ്ത് ചെയ്യാറുണ്ട് അല്ലെ. നിങ്ങൾ ചെയ്യാറുണ്ടോ? ഇങ്ങനെ ആയിരിക്കാം എന്ന് വിചാരിക്കും അല്ലെ. ചിലപ്പോ ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ വരുമായിരിക്കാം എന്ന് നമ്മൾ ഊഹിക്കാറുണ്ട് അല്ലെ. അങ്ങനെ ഊഹിച്ചൊന്നും ഒരിക്കലും നമ്മൾ ഇങ്ങനെയുള്ള ഹോസ്പിറ്റലിൽ ചെല്ലുന്ന സമയത്ത് ഒരു വർക്ക് ചെയ്യുന്ന ഏതൊരു വർക്ക് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇവിടെ നമ്മൾ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് പറയുന്നത് മാത്രം. അപ്പൊ ഒരിക്കലും അതിന്റെ ഡു നോട്ട് ഇൻഡൾജ് ഇൻ ഗസ്വർക്ക് അല്ലെങ്കിൽ ഊഹക്കച്ചവടത്തിൽ ഏർപ്പെടാതിരിക്കുക. അങ്ങനെയുള്ള ഒരു ഊഹിച്ച് കാര്യങ്ങൾ ചെയ്യാതെ ആസ്ക് ദ സൂപ്പർവൈസർ. നമ്മുടെ സൂപ്പർവൈസേഴ്സ് ആരാണോ അവരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അതാണ് സേഫ് ആയിട്ടുള്ളൊരു വഴി എന്ന് പറയുന്നത്. 3 പോയിന്റ്സ് ആണ് നമ്മൾ പറഞ്ഞത്. റൈറ്റ് വേ ടു ഡു എ ജോബ് ഇൻ ദ ഹോസ്പിറ്റൽ ഇസ് ദ സേഫ് വേ. ഹോസ്പിറ്റലിൽ ഒരു ജോലി ചെയ്യുന്നതിന്റെ ശരിയായ മാർഗം എന്ന് പറയുന്നത് ശരിയായ രീതിയിലൂടെ ആ ജോലി ചെയ്യുക എന്നതാണ്. രണ്ടാമത്തത് നോ യുവർ ജോബ് അബ്സല്യൂട്ട്ലി. നമ്മൾ ഏത് ജോലിയാണോ ചെയ്യാൻ പോകുന്നത് ആ ജോലിയെ കുറിച്ച് കൃത്യമായ അറിവ് ഉണ്ടാക്കി വെക്കുക. മൂന്നാമതായിട്ട് whenever there is doubt, എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് വന്നാൽ ഒരിക്കലും ഊഹക്കച്ചവടത്തിൽ അല്ലെങ്കിൽ ഊഹത്തിൽ അതിനെ ഉൾപ്പെടുത്താതെ മറിച്ച് എന്ത് ചെയ്യുക? ഊഹിച്ച കാര്യങ്ങൾ ചെയ്യാതെ ആസ്ക് ദ സൂപ്പർവൈസർ. സൂപ്പർവൈസറിനോട് നമ്മുടെ മേൽനോട്ടം വഹിക്കുന്ന സൂപ്പർവൈസറിനോട് ചോദിക്കുക.
ഡൗട്ട് ഉണ്ട്, ഇനി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, ഞാൻ എന്ത് ചെയ്താലാണ് അത് ശരിയാക്കാൻ പറ്റുന്നത്. അപ്പൊ അവരെന്തിനുള്ള കൃത്യമായ മറുപടി നമുക്ക് തരികയും അവരുടെ നിർദ്ദേശപ്രകാരമുള്ള കാര്യങ്ങളായിരിക്കണം ചെയ്യേണ്ടത്. ക്ലിയർ അല്ലേ? 3 പോയിന്റ്സ് ഓക്കെ ആണല്ലോ? എളുപ്പമല്ലേ? നമ്മൾ പഠിക്കും, നമുക്ക് അറിയാവുന്ന കുറെ കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. Then next നോക്കിയേ, never handle or operate machinery tools, equipments without authorization. ഇനി ഹോസ്പിറ്റലിലാകുമ്പോൾ ഒത്തിരി മെഷീനറീസും ടൂൾസും ഉപകരണങ്ങളും ഒക്കെ ഉണ്ടാവും അല്ലെ, എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ never handle or operate without authorization, ഒരു ബന്ധപ്പെട്ട ആളുകളുടെ അധികാരം അല്ലെങ്കിൽ അംഗീകാരമില്ലാതെ. ഇത് നമ്മളോട് ഒരു നമ്മുടെ സീനിയർ ആയിട്ടുള്ള നമ്മുടെ സൂപ്പർവൈസർ പറയാണ്, നമ്മുടെ HOD പറയാണ്, ഇത് ചെയ്തോ എന്ന് അവരിൽ നിന്നൊരു അംഗീകാരം കിട്ടാതെ അല്ലെങ്കിൽ അനുമതി കിട്ടാതെ ഒരു കാരണവശാലും അവിടെയുള്ള മെഷീനറീസോ ടൂൾസോ എക്യുപ്മെന്റ്സുകളോ കൈകാര്യം ചെയ്യാനോ പ്രവർത്തിക്കാനോ പാടില്ല. മനസ്സിലായോ? ചിലപ്പോ ചില ആളുകൾക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, കാരണം ഇങ്ങനെ ഒരു പുതിയ എക്യുപ്മെന്റ്സ് കാണുമ്പോ, പുതിയൊരു ഉപകരണങ്ങൾ ഇരിക്കുന്നത് കാണുമ്പോ ഒന്ന് പ്രവർത്തിപ്പിച്ച് നോക്കാനായിട്ട് അല്ലെ, ചില ആളുകൾക്ക് ഭയങ്കര ഒരു ആകാംക്ഷയായിരിക്കില്ലേ, അതൊക്കെ എങ്ങനെയാ വർക്ക് ചെയ്യുന്നത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഉണ്ടാവും അല്ലെ. സ്വാഭാവികമായിട്ട് നമുക്ക് പല ആളുകൾക്കും അതൊരു ആഗ്രഹം ഉണ്ടാവാം. അതേസമയം അങ്ങനെ ഒരു കാര്യം നമ്മൾ ചെയ്താൽ ചിലപ്പോ നമുക്ക് അതിനെങ്ങനെ പ്രോപ്പർ ആയിട്ട് പ്രവർത്തിക്കണം നമുക്ക് അറിയില്ലാവില്ല. അപ്പൊ ആ സമയത്ത് ചിലപ്പോൾ പല അപകടങ്ങളും അതുവഴി വരാം അല്ലെ. അതുകൊണ്ട് തന്നെ ഏതൊരു മെഷീനറി ടൂൾസും എക്യുപ്മെന്റ്സും ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കണമെങ്കിൽ അതിന് ബന്ധപ്പെട്ട അധികാരികളിൽ നിന്നും അംഗീകാരം അല്ലെങ്കിൽ അനുമതി വാങ്ങിയതിനു ശേഷം മാത്രമേ പ്രവർത്തിക്കാൻ പാടുള്ളൂ. അല്ലാത്ത പക്ഷം ഇത് പ്രവർത്തിപ്പിക്കാനോ കൈകാര്യം ചെയ്യാനോ പാടില്ല. Then be vigilant and observe eagerly. എന്താ? എപ്പോഴും ജാഗ്രതയുള്ളവരായിട്ടിരിക്കുക. And observe eagerly. വളരെ എന്താണ്? വളരെ ഈഗർലി ആണ്, എന്താണ്? വളരെ ആകാംക്ഷയോടുകൂടി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുക. അതായത് ചെയ്യുന്ന പ്രവർത്തികൾ കൂടുതൽ കുറച്ചുകൂടി കോൺസെൻട്രേഷൻ കൊടുക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഏതൊരു നിമിഷവും ചിലപ്പോൾ ഒരു അപകടം ഉണ്ടാക്കാം അല്ലെ. നമുക്ക് പറയാൻ പറ്റുമോ ഇന്ന സമയത്ത് വരുള്ളൂ അല്ലെങ്കിൽ ഇന്ന സമയത്ത് വരില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല അല്ലെ. ഏതൊരു സമയത്തും അങ്ങനൊരു അപകടങ്ങളോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ അതിനെ നേരിടാനായിട്ട് നമ്മളെപ്പോഴും എങ്ങനെയായിരിക്കണം? വിജിലന്റ് ആയിട്ടിരിക്കുക, ജാഗ്രതയുള്ളവരായിരിക്കുക, അത്രയും കോൺസെൻട്രേഷനോടുകൂടി ആ ജോലി ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആൻഡ് ഒബ്സർവ് ഈഗർലി, വളരെ ആകാംക്ഷയോടുകൂടി ഓരോ കാര്യങ്ങളും നിരീക്ഷിക്കുകയും ചെയ്യുക. മനസ്സിലായോ? ഒരു ഉപകരണം കംപ്ലൈന്റ് വന്നു, നമ്മളത് പ്രോപ്പർ ആയിട്ട് ഉപകരണത്തെ നിരീക്ഷിക്കുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാവുള്ളൂ. ആണോ? നമ്മുടെ വീടുകളിലാണെങ്കിൽ എന്തെങ്കിലും ഇപ്പൊ ഒരു മിക്സി തന്നെ ഒരു കംപ്ലൈന്റ് ആയ വീട്ടിൽ അമ്മമാർ എങ്ങനെയാ അത് കണ്ടുപിടിക്കുന്നതിന് സൗണ്ട് മാറുമ്പോ തുടങ്ങി അമ്മമാര് പറയും അല്ലെ. നമ്മുടെ വീട്ടിലുള്ള അമ്മമാര് പറയില്ലേ, സൗണ്ട് മാറി കഴിയുമ്പോൾ തന്നെ എന്തോ കംപ്ലൈന്റ് വരുന്നത്, അല്ലെങ്കിൽ ചിലപ്പോ സ്മെൽ എങ്ങനെ എന്തെങ്കിലും കരിയുന്നതിന്റെ സ്മെല്ലോ കാര്യങ്ങളോ വരുമ്പോ തന്നെ നമ്മുടെ വീട്ടിലെ അമ്മമാര് പറയാറുണ്ട് അല്ലെ, ഇങ്ങനെ സ്മെല്ല് വരുന്നുണ്ട്, മിക്സിക്ക് എന്തോ കംപ്ലൈന്റ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു, അതൊന്ന് റിപ്പയർ ചെയ്യാൻ കൊണ്ടുപോകണമെന്ന് പറയാറില്ലേ വീട്ടില്. അതെന്തുകൊണ്ടാണ്? അവർ ആ ഒരു ഉപകരണത്തെ അത്രയും അധികം നിരീക്ഷിച്ച് അതിനെ കുറിച്ച് അവർക്ക് അത്രയും നോളജ് അറിയാവുന്നത് കൊണ്ടാണ് അല്ലെ, പരിചയമുണ്ട് അതിനോട്. അപ്പൊ അങ്ങനെ നമ്മൾ ഏതൊരു ജോലിയാണെങ്കിലും ഇതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന സമയത്ത്, ഹോസ്പിറ്റലിലാണെങ്കിലും ഇതുപോലെ ഒത്തിരി ഉപകരണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ ജീവനക്കാർ എപ്പോഴും ജാഗ്രതയുള്ളവരായിട്ടിരിക്കുക, എല്ലാ കാര്യങ്ങളും നല്ലൊരു നിരീക്ഷണം ഇവർക്ക് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ ഇങ്ങനെയുള്ള എന്തെങ്കിലും തകരാറുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കണ്ടെത്താനായിട്ട് പറ്റുള്ളൂ അല്ലെ. അല്ലാത്ത പക്ഷം ഇത് കണ്ടെത്തുകയില്ല, അതുവഴി എന്ത് ചെയ്യും? ചിലപ്പോൾ വലിയ രീതിയിലുള്ള അപകടങ്ങൾ വന്നേക്കാം അല്ലെ. അതാണ് അവിടെ പറയുന്നത്. Be vigilant and observe eagerly. Then report instantly any faulty equipments. എന്തെങ്കിലും തകരാറിലായിട്ടുള്ള ഉപകരണങ്ങൾ ഉണ്ടെങ്കിൽ ഉടനെ അത് എന്ത് ചെയ്യുക? ബന്ധപ്പെട്ട ആളുകളോട് റിപ്പോർട്ട് ചെയ്യുക അല്ലെ. ഇങ്ങനെ ഒത്തിരി കേട്ടിട്ടില്ലേ നിങ്ങള്? ഷോർട്ട് സർക്യൂട്ട് ഒക്കെ വന്ന് കത്തി നശിച്ചതൊക്കെ കേട്ടിട്ടില്ലേ? ഇപ്പൊ മിക്ക സമയം വിദേശ രാജ്യങ്ങൾക്ക് എന്തോരം അല്ലെ, ഇന്നാളെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ, ഒത്തിരി പേര് മരിച്ചു പോയില്ലേ? കേൾക്കാറില്ലേ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ? ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള വലിയ വലിയ അപകടങ്ങളൊക്കെ ചിലപ്പോൾ ഇങ്ങനെയുള്ള നിസ്സാര കാര്യങ്ങളിൽ നിന്നായിരിക്കാൻ വരുന്നത്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു ഉപകരണങ്ങളോ കാര്യങ്ങളോ തകരാറ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഉടനടി അല്ലെ, ഉടനടി തന്നെ അത് ബന്ധപ്പെട്ട ആളുകളുമായിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അപ്പൊ 3 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അടുത്തതായിട്ട് 3 പോയിന്റ്സ് ആണ് പറഞ്ഞത്. ഫസ്റ്റ് വൺ എന്താ പറഞ്ഞേ? Never handle or operate machinery tools, equipments മുതലായ
കാര്യങ്ങളൊക്കെ ഒരിക്കലും അത് അംഗീകാരപ്പെട്ടവർ അനുമതി നൽകാതെ, ഒരാളിൽ നിന്ന് അനുമതി കിട്ടാതെ, ബന്ധപ്പെട്ട ആളുകളിൽ നിന്നാവണം കേട്ടോ, അവരിൽ നിന്നുള്ള അനുമതി ഇല്ലാതെ ഒരു കാരണവശാലും കൈകാര്യം ചെയ്യാനോ പ്രവർത്തിപ്പിക്കാനോ പാടില്ല. Then be vigilant and observe eagerly. വളരെ ജാഗ്രതയോടെയും നിരീക്ഷണത്തോടുകൂടിയും വളരെ ആകാംക്ഷയോടു കൂടിയും ഇരിക്കുക. And report instantly any faulty equipments. എന്തെങ്കിലും തകരാറിലായ ഉപകരണങ്ങൾ കണ്ടെത്തിയാൽ ഉടനടി അത് ബന്ധപ്പെട്ട ആളുകളിലേക്ക് റിപ്പോർട്ട് ചെയ്യുക. ക്ലിയർ ആണല്ലോ 3 പോയിന്റ്സ്? ഓക്കെ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് 3 നോക്കാം. നമുക്ക് unsafe conditions or acts, defective or broken equipments. അതായത് ഒരു സുരക്ഷിതമല്ലാത്ത ഒരു അന്തരീക്ഷമാണെന്ന് ചിലപ്പോൾ നമുക്ക് തോന്നാം. ചില സമയങ്ങളിൽ നമുക്ക് തോന്നാം എന്തോ ഒരു സുരക്ഷിതമല്ലാത്ത ഒരു അന്തരീക്ഷമായിട്ട് ചിലപ്പോൾ നമുക്ക് ഫീൽ ചെയ്യുകയാണല്ലോ. ഓർ ആക്ട്സ് ഡിഫക്റ്റീവ്, എന്തെങ്കിലുമൊക്കെ ഉപകരണങ്ങളിൽ പറഞ്ഞ പോലെ തകരാറുകൾ സംഭവിച്ചോ, അല്ലെങ്കിൽ ചിലപ്പോൾ ഉപകരണങ്ങളിൽ ചിലപ്പോൾ എന്തെങ്കിലും വർക്ക് ചെയ്യുന്ന സമയത്ത് പൊട്ടിപ്പോകും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തെറ്റായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പൊ പ്രോപ്പർ ആയിട്ട് അത് പ്രവർത്തിക്കുന്നില്ല, അതിന്റെ ഫംഗ്ഷൻസിൽ ചിലപ്പോൾ വലിയ വ്യത്യാസങ്ങൾ കാണുന്നു. അപ്പൊ അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കാം, പക്ഷെ നമ്മൾ ചെയ്യുന്ന കൃത്യമായിട്ടുള്ള വർക്ക് അല്ല അത് ചെയ്യുന്നത്, തെറ്റായ രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ പൊട്ടിപ്പോയ ഉപകരണങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരു സുരക്ഷിതമല്ലാത്തൊരു കണ്ടീഷൻ ആണ് അല്ലെങ്കിൽ അന്തരീക്ഷമാണ് അവിടെ ഉള്ളത് എന്നൊക്കെ തോന്നിയാൽ അവിടെയും നമ്മൾ ഉടനടി അത് ബന്ധപ്പെട്ട ആളുകളുമായിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഇതൊക്കെ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നതാണ്. To be physically and emotionally fit for your work by maintaining good health and proper diet. ഇവിടെ വർക്ക് ചെയ്യുന്ന ഓരോ ജീവനക്കാരും ഫിസിക്കലിയും ഇമോഷണലിയും ഫിറ്റ് ആവണം അല്ലെ. ഒരു സിറ്റുവേഷൻ വന്നാല് നമുക്ക് ഫിസിക്കലി നേരിടേണ്ടതുണ്ടാവും അല്ലെ, അതിന് നമുക്ക് ഇമോഷണലി നമ്മൾ ഫിറ്റ് ആയിരിക്കണം. ചിലർക്ക് എങ്ങനെയാണ്, പെട്ടെന്ന് എന്തെങ്കിലും ഒരു അപകടമൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ ഭയങ്കരമായിട്ട് പാനിക് ആവും. ആണോ? നമുക്ക് ചിലര് അങ്ങനെയാണ് അല്ലെ, പെട്ടെന്ന് നമ്മൾ പാനിക് ആവും, നമുക്ക് ടെൻഷൻ ആവും. അപ്പൊ ഉള്ള കാര്യങ്ങൾ കൂടി നമുക്ക് ചെയ്യാനായിട്ട് ചിലപ്പോ സാധിച്ചെന്ന് വരില്ല അല്ലെ. അതേസമയം ഇങ്ങനെ ഒരു ജോലി ഇരിക്കുന്ന ഒരു സ്റ്റാഫ് അങ്ങനെ പാനിക് ആയി അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രവൃത്തികൾ അവർക്ക് എങ്ങനെ ചെയ്യണം, ഇത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് പെട്ടെന്ന് ഒരു റിലേ ഔട്ട് ആയി പോയി കഴിഞ്ഞാൽ എന്ത് പറ്റും? അപകടം കൂടാലോ ചെയ്യാം അല്ലെ. അതേസമയം ആ സമയത്ത് ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്ത് എന്ത് ഞാനിപ്പോൾ ചെയ്യണം, കൃത്യമായി ബന്ധപ്പെട്ട ആളുകൾ എന്ന് റിപ്പോർട്ട് ചെയ്യുന്നു, അതിനനുസരിച്ചുള്ള സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെ നടപ്പിലാക്കുന്നു. അങ്ങനെ ഒരാളെയല്ലേ എന്ന് ശരിക്കും അവിടെ ഒരു ജോലിക്ക് വേണ്ടത്? ആണോ? നമ്മളാണെങ്കിലും ഏതൊരു ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ക്വാളിഫിക്കേഷൻ ഒരെണ്ണം അത് തന്നെയല്ലേ. എന്തൊരു സിറ്റുവേഷൻ വന്നാലും അതിനെ കൈകാര്യം ചെയ്യാനായിട്ട് ഇവർ പറഞ്ഞിരിക്കണം അല്ലെ. അതിനുവേണ്ടി ഇവർ ഇമോഷണലിയും ഫിറ്റ് ആയിരിക്കണം, ഫിസിക്കലിയും ഫിറ്റ് ആയിരിക്കണം അല്ലെ. അതിനുവേണ്ടി ആ ഒരു വർക്ക് ചെയ്യാനായിട്ട് ഇവർ ഫിസിക്കലി ആൻഡ് ഇമോഷണലി ഫിറ്റ് ആവണമെങ്കിൽ ഇവർ എന്ത് മെയിൻറ്റെയിൻ ചെയ്യണം? നല്ല ഗുഡ് ഹെൽത്ത് അല്ലെ, ആരോഗ്യം, നല്ല ആരോഗ്യവും അതുപോലെ പ്രോപ്പർ ഡയറ്റ്, ശരിയായൊരു ഡയറ്റും നിലനിർത്തണം. നെക്സ്റ്റ് പറയുന്നത് റിഫ്രെയിൻ ഫ്രം ആൽക്കഹോളിക് ഡ്രിങ്ക്സ്. എന്താ? ആൽക്കഹോളിക് ഡ്രിങ്ക്സ് മുതലായവയിൽ നിന്നും വിട്ടു നിൽക്കുക. അപ്പൊ നമ്മളൊക്കെ ഒരു ജോലി ഏൽപ്പിക്കാണ്. അപ്പൊ ആ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും ആൽക്കഹോളിക് ഡ്രിങ്ക്സ് കാര്യങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എന്താ ഒത്തിരി അപകടങ്ങൾ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ ഈ പറയുന്ന ജോലി ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ആൽക്കഹോളിക് ഡ്രിങ്ക്സ് മുതലായ കാര്യങ്ങൾ വിട്ടു നിൽക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ 3 പോയിന്റ്സ് ആണ് നമ്മൾ നെക്സ്റ്റ് പറഞ്ഞത്. ഫസ്റ്റ് എന്താ പറഞ്ഞ, ഒരു അൺസേഫ് ആയിട്ടുള്ള സുരക്ഷിതമല്ലാത്തൊരു കണ്ടീഷൻ ആണെന്ന്, ഒരു അന്തരീക്ഷമാണെന്ന് മനസ്സിലായാലോ, അല്ലെങ്കിൽ ഒരു ഡിഫക്റ്റീവ് ആയിട്ടുള്ള തകരാറിലായിട്ട് അതായത് തെറ്റായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമുണ്ടെങ്കിലോ, അല്ലെങ്കിൽ പൊട്ടിപ്പോയ ഉപകരണങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉടനടി ബന്ധപ്പെട്ട ആളുകളുമായിട്ട് റിപ്പോർട്ട് ചെയ്യണം. രണ്ടാമത്തത്, ഈ പറയുന്ന വർക്ക് ചെയ്യാനായിട്ട് അവിടുത്തെ ജീവനക്കാര് ഫിസിക്കലി ആൻഡ് ഇമോഷണലി ഫിറ്റ് ആയിരിക്കണം അല്ലെ, അനുയോജ്യരായിരിക്കണം. അതിനുവേണ്ടി അവരൊരു പ്രോപ്പർ ഡയറ്റ് കീപ്പ് ചെയ്യണം. അതിലൂടെ നല്ലൊരു ഗുഡ് ഹെൽത്ത്, നല്ലൊരു ആരോഗ്യവും മെയിൻറ്റെയിൻ ചെയ്യണം. മൂന്നാമത് പറഞ്ഞത് refrain from alcoholic drinks. ആൽക്കഹോളിക് മുതലായിട്ടുള്ള അങ്ങനെയുള്ള ഡ്രിങ്ക്സ് മുതലായ കാര്യങ്ങളിൽ നിന്നും ജോലി ചെയ്യുന്ന സമയത്ത് ജീവനക്കാര് വിട്ടു നിൽക്കേണ്ടതാണ്. ഇതൊക്കെ റൂൾസ് ആണ് കേട്ടോ, അവർ ചെയ്യേണ്ടതായിട്ടുള്ള സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് നിയമങ്ങളാണ്. ക്ലിയർ ആണോ 3 പോയിന്റ്സ്? ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് വരുന്നത്
പേഴ്സണൽ ഹൈജീൻ ഈസ് ഇമ്പോർട്ടന്റ് അല്ലെ. വ്യക്തി ശുചിത്വം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വാഷ് യുവർ ഹാൻഡ്സ് ഫ്രീക്വന്റ്ലി. ഇപ്പൊ ഒരു ഹോസ്പിറ്റൽ ആകുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് അല്ലെ ഒത്തിരി പേഷ്യൻസ് വരുന്ന ഒരു ഇതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ വ്യക്തി ശുചിത്വം എന്ന് പറയുന്നത് അവിടെയുള്ള ജീവനക്കാർ എപ്പോഴും പാലിക്കേണ്ട ഒരു കാര്യമാണ് അല്ലെ. അപ്പൊ അതിനു വേണ്ടി അവരെപ്പോഴും ഹാൻഡ്സ് ഏറ്റവും കൂടുതൽ നമ്മുടെ അടുക്കളയിലേക്ക് മൈക്രോബ്സ് നമ്മുടെ ശരീരത്തിലേക്ക് കയറുന്നത് നമ്മുടെ ഹാൻഡ്സിലൂടെ തന്നെയാണ്. നമ്മുടെ കൈകൾ ഇടയ്ക്കിടയ്ക്ക് അവരെന്ത് ചെയ്യുക, നല്ല രീതിയിൽ വാഷ് ചെയ്ത് നിലനിർത്തുക. Then report to the doctor whenever you are ill with an infection instantly and stay at home. ഇനി ഇവിടെ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് ചിലപ്പോ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് വഴി എന്തെങ്കിലും രോഗങ്ങൾ വന്നു എന്ന് വിചാരിക്കാം. സ്വാഭാവികമായിട്ടും ചിലപ്പോൾ ഇൻഫെക്ഷൻസ് വഴി എന്തെങ്കിലുമൊക്കെ അപകടങ്ങളോ രോഗങ്ങളൊക്കെ ഇതൊക്കെ വരാം അല്ലെ. ഇല്ലസൊക്കെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരാം അല്ലെ. അപ്പൊ അങ്ങനെ അസുഖങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഉടനെ അതെന്ത് ചെയ്യുക, ബന്ധപ്പെട്ട അവിടെയുള്ള ഡോക്ടറിനോട് റിപ്പോർട്ട് ചെയ്യുകയും അവര് പിന്നെ ആ ജോലിക്ക് വരാൻ പാടുണ്ടോ അവിടെ, പിന്നെ അവിടെ വരാൻ പാടുണ്ടോ? ഇങ്ങനെ ഒരു ഇൻഫെക്ഷനോട് കൂടി ഒരു അസുഖം വന്നിരിക്കുകയാണ് അവർക്ക്. അപ്പൊ അവര് പിന്നെ അവിടെ ജോലിക്ക് വരാൻ പാടുണ്ടോ? ഇല്ല അല്ലെ. ബന്ധപ്പെട്ട ഡോക്ടറുമായിട്ട് റിപ്പോർട്ട് ചെയ്ത് അവര് വീട്ടിലിരുന്നു കൊണ്ട് അല്ലെ, അവരുടെ വീട്ടിലിരുന്നു കൊണ്ട് എന്ത് ചെയ്യുക, മരുന്നൊക്കെ കഴിച്ച് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം എത്ര ദിവസമാണോ ആ കോഴ്സ് ചെയ്യേണ്ടത് അതിനനുസരിച്ച് മരുന്നൊക്കെ കഴിച്ച് കൃത്യമായിട്ട് ഇത് മാറിയിട്ട് മാത്രമേ തിരിച്ച് ജോലിയിൽ വരാൻ പാടുള്ളൂ. അതാണ് അവിടെ പറയുന്നത് കേട്ടോ. റിപ്പോർട്ട് ടു ദ ഡോക്ടർ whenever you are ill with infection instantly. ഉടനെ തന്നെ പറയണം അല്ലെ. അല്ലാതെ 2 ദിവസം കഴിഞ്ഞിട്ട് പറയാന്ന് വെച്ചിട്ട് കാര്യമില്ല. അപ്പൊ അവരിലൂടെ മറ്റുള്ളവർക്ക് സ്പ്രെഡ് ആവും അല്ലെ. അതുകൊണ്ട് ഉടനെ തന്നെ ഒരു ഇൻഫെക്ഷൻ വഴി എന്തെങ്കിലും അസുഖങ്ങൾ അവരെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ അത് ബന്ധപ്പെട്ട ഡോക്ടേഴ്സിനോട് റിപ്പോർട്ട് ചെയ്യുക. ആൻഡ് സ്റ്റേ അറ്റ് ഹോം. അവരുടെ വീട്ടിൽ ഇരുന്നു കൊണ്ട് ജോലിക്ക് വരാതെ അവരുടെ വീട്ടിൽ ഇരുന്നു കൊണ്ട് അസുഖം മാറിയതിനു ശേഷമായിരിക്കണം ജോലിയിലേക്ക് തിരിച്ച് പ്രവേശിക്കേണ്ടത്. അടുത്ത പോയിന്റ്, കോപ്പറേറ്റ് വിത്ത് ദ ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി ബൈ ഒബ്സർവിംഗ് പ്രൊസീജിയേഴ്സ് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ്. ഇനി എന്താണ്, അവിടുത്തെ ജീവനക്കാര് നമ്മുടെ ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി, ഹോസ്പിറ്റലിലെ ഇൻഫെക്ഷൻസിനെ കൺട്രോൾ ചെയ്യുന്ന നിയന്ത്രിക്കുന്ന കമ്മിറ്റികൾ അല്ലെ. നിങ്ങളെ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടാവുമല്ലോ, ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെ. ഓക്കെ, അപ്പൊ അവിടെ പറയേണ്ട കാര്യമില്ലല്ലോ. ഹോസ്പിറ്റൽ ഇൻഫെക്ഷനുമായി ബന്ധപ്പെട്ട് ആ ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യുന്ന ഒരു കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് കോപ്പറേറ്റ് ചെയ്യുക. ഇവിടെയുള്ള ഹോസ്പിറ്റലിലെ ജീവനക്കാരും കൂടി അത് ശ്രദ്ധിക്കണം അല്ലെ. അപ്പൊ അവരും എന്ത് ചെയ്യുക, ഈ ഒരു കമ്മിറ്റിയുമായിട്ട് കോപ്പറേറ്റ് ചെയ്ത് സഹകരിച്ചുകൊണ്ട് ഒബ്സർവിംഗ് പ്രൊസീജിയേഴ്സ് ഓൾറെഡി എസ്റ്റാബ്ലിഷ്. അതായത് അവിടെ ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് ഈ കമ്മിറ്റികള് പലതരത്തിലുള്ള നടപടിക്രമങ്ങളും ഓൾറെഡി ആ ഹോസ്പിറ്റലിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ സ്ഥാപിച്ചിട്ടുണ്ടാവും അല്ലെ. അതിനെ കൃത്യമായിട്ട് നിരീക്ഷിക്കുക. നല്ല രീതിയിൽ അവിടുത്തെ ആ പ്രൊസീജിയേഴ്സ് കാര്യങ്ങൾ നല്ല രീതിയിൽ ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പ്രൊസീജിയേഴ്സ് നടപ്പിലാവുന്നുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ ആരാണ് കോപ്പറേറ്റ് ചെയ്യുന്നത്? ഈ ജീവനക്കാരും കൂടി സഹകരിച്ചുകൊണ്ട്, ഈ ഒരു കമ്മിറ്റിയുമായി ആ ജീവനക്കാരും സഹകരിച്ചുകൊണ്ട് ഈ പറയുന്ന കമ്മിറ്റി ഓൾറെഡി അവിടെ സ്ഥാപിച്ചിട്ടുള്ള ഈ ഇൻഫെക്ഷൻ കൺട്രോളുമായി ബന്ധപ്പെട്ട പ്രൊസീജിയേഴ്സ് കൃത്യമായിട്ട് നടപ്പിലാക്കുന്നുണ്ടോ എന്നൊക്കെ നിരീക്ഷിക്കുകയും ചെയ്യുക. 3 പോയിന്റ്സ് നമ്മൾ പറഞ്ഞു അല്ലെ. എന്തൊക്കെയാ പറഞ്ഞേ? പേഴ്സണൽ ഹൈജീൻ, വ്യക്തി ശുചിത്വം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിനായിട്ട് അവർ ഇടയ്ക്കിടയ്ക്ക് കൈകള് വാഷ് ചെയ്ത് വെക്കുക. രണ്ടാമത്തേത് പറഞ്ഞത് ഇവിടെയുള്ള ജീവനക്കാർക്ക് ഇൻഫെക്ഷൻസ് വഴി അവിടെ നിന്ന് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് വഴി എന്തെങ്കിലും അസുഖങ്ങൾ വന്നാൽ അത് ഉടനെ തന്നെ ബന്ധപ്പെട്ട ഡോക്ടേഴ്സിനെ അറിയിക്കുകയും അവരവരുടെ വീട്ടിലിരുന്നു കൊണ്ട് അസുഖം മാറി അവർ പൂർണ്ണമായും ഭേദമായിട്ട് മാത്രമേ തിരിച്ചു ജോലിയിൽ പ്രവേശിക്കാൻ പാടുള്ളൂ. അടുത്തത് പറഞ്ഞത് ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് അവരുമായിട്ട് ഈ പറയുന്ന ജീവനക്കാര് സഹകരിക്കുകയും ഈ കമ്മിറ്റി ഓൾറെഡി സ്ഥാപിച്ചിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ കൃത്യമായിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ അവിടെ നടപ്പിലാക്കുന്നുണ്ടോ, ഇൻഫെക്ഷനെ നല്ല രീതിയിൽ അവിടെ കൺട്രോൾ ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടക്കുന്നുണ്ടോ എന്നൊക്കെ നിരീക്ഷിച്ച് മനസ്സിലാക്കുകയും ചെയ്യുക. ക്ലിയർ ആണോ? 3 പോയിന്റ്സ് ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് വരുന്നത് wear proper uniform and clothing for your job. Neither too tight nor too loose jewelry and high heeled footwears may be dangerous. ഇനി എന്താ പറയുന്നേ? wear proper uniform. നിങ്ങൾ കണ്ടിട്ടില്ലേ ഹോസ്പിറ്റലിൽ ചിലപ്പോ ഓരോരോ വിഭാഗക്കാർക്കും അവരുടേതായ യൂണിഫോംസ് ഉണ്ട് അല്ലെ.
കണ്ടിട്ടില്ലേ? ഡോക്ടേഴ്സിന് അവരുടേതായ യൂണിഫോം, നഴ്സസിന് അവരുടേതായ യൂണിഫോം അല്ലെ? അവരുടേതായ ശരിയായ രീതിയിലുള്ള അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അവരുടെ വർക്കുമായി ബന്ധപ്പെട്ട ശരിയായ രീതിയിലുള്ള യൂണിഫോംസ് ധരിക്കുക. ക്ലോത്തിങ് ഫോർ യുവർ റൂം അൺനെയ്തഡ് ടു ടൈറ്റ്, ഒത്തിരി ടൈറ്റ് ആവാൻ പാടില്ല. ആ യൂണിഫോമിന്റെ കാര്യം പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു തുണിത്തര ഒത്തിരി ടൈറ്റ് ആവാനും പാടില്ല, ഒത്തിരി ലൂസ് ആവാനും പാടില്ല അല്ലെ? ആൻഡ് ജ്വല്ലറി അതുപോലെ തന്നെ ഒത്തിരി വലിയ ആഭരണങ്ങളോ കാര്യങ്ങളോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഹോസ്പിറ്റലുള്ളവരിടുന്നത്? ഇല്ല അല്ലെ? വളരെ ലൈറ്റ് ആയിട്ടുള്ള ചെറിയ രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമേ അവർ ആവശ്യമുള്ളത് മാത്രമേ ഇട്ടുള്ളൂ അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ജ്വല്ലറി ആണെങ്കിലും ഹൈ ഹീൽഡ് ആയിട്ടുള്ള ഫുഡ് വെയേഴ്സ് മുതലായ കാര്യങ്ങളൊക്കെ അപകട സാധ്യതകൾ ഉള്ളത് കൊണ്ട് തന്നെ അതൊക്കെ എന്ത് ചെയ്യുക, ഉപയോഗിക്കാതെ ഇരിക്കുക. Then walk not run. ഇനി എന്താ, especially when you are taking delicate breakable articles or instruments. ഇനി നമ്മൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇൻസ്ട്രുമെന്റ്സോ ഉപകരണങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റെന്തെങ്കിലും സാധനങ്ങളോ ഒക്കെ പൊട്ടിപ്പോകുന്നതോ അല്ലെങ്കിൽ വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള വളരെ മൃദുലമായിട്ടുള്ള സാധനങ്ങളോ ഒക്കെ കൊണ്ടുപോകുന്ന സമയത്ത്, പ്രത്യേകിച്ച് അങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ടുപോകുന്ന സമയത്ത് ഒരിക്കലും റൺ ഓടരുത്. നടന്നു വേണം, എന്തൊരു കാര്യത്തിലും നടന്നു വേണം പോവാനായിട്ട്. കാരണം എന്താ, സ്പീഡിൽ നമ്മൾ നടക്കുന്ന സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലും കിടക്കുന്നുണ്ടെങ്കിൽ പോലും കാണാൻ പറ്റില്ല അല്ലെ? അതിൽ തട്ടിയൊക്കെ വീണ അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും എന്ത് ചെയ്യുക, വാക്ക് നടക്കുക, ഓടാതെ ഇരിക്കുക. ഓടാതെ നമ്മൾ നടന്ന് സമാധാനത്തിൽ നടന്നു പോയി ഓരോ കാര്യങ്ങളും ചെയ്യുക. പ്രത്യേകിച്ചും എപ്പോഴാണ് ഡെലിക്കേറ്റ് ആയിട്ടുള്ള ബ്രേക്കബിൾ പൊട്ടിപ്പോകുന്ന രീതിയിലുള്ളതോ അങ്ങനെയുള്ള അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇൻസ്ട്രുമെന്റ്സോ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് പ്രത്യേകിച്ചും എന്ത് ചെയ്യാൻ പാടില്ല, ഓടാൻ പാടില്ല. ഓടി കഴിഞ്ഞാൽ എന്താ പറ്റുക, അത് തട്ടി വീഴാൻ സാധ്യതയുണ്ട്. കയ്യിലിരിക്കുന്ന സാധനങ്ങളും എന്ത് ചെയ്യാം, താഴേക്ക് വീണ് പൊട്ടാം അല്ലെ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. Then next പറയുന്നത്, if you see foreign material, loose wire, oil spill etc. on the floor, that may be the cause of an accident. ഇനി എന്താ, എന്തെങ്കിലും സാധനങ്ങൾ നമ്മുടെ ഫ്ലോറില് ഫോറിൻ മെറ്റീരിയൽസ് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വീണ് കിടക്കാം അല്ലെ? ലൂസ് ആയിട്ടുള്ള വയറുകൾ കിടക്കാം ആണല്ലോ. Then oils, ഡെലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ മൃദുലമായിട്ടുള്ള അല്ലെങ്കിൽ സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ള സാധനങ്ങൾ കേട്ടോ. അതായത് നല്ല രീതിയിലാണ് എന്ത് രീതിയിൽ ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോവേണ്ടതായിട്ടുള്ള സാധനങ്ങളെ. ഓക്കെ, നോക്കി ഫോറിൻ മെറ്റീരിയൽസ് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഫ്ലോറിൽ കിടക്കുന്നതാണ്. താഴെ എന്തെങ്കിലും ഫോറിൻ മെറ്റീരിയൽസ് ചിലപ്പോൾ എന്തെങ്കിലും ബോട്ടിലുകളോ മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആവാം. അല്ലെങ്കിൽ ലൂസ് വയറുകൾ ലൂസ് ആയിട്ട് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ പണി ചിലപ്പോൾ വർക്കുമായി ബന്ധപ്പെട്ട് കിടപ്പുണ്ടാവാം അല്ലെ? പിന്നെ മഷീനറീസിന്റെ എന്താണ് കേബിളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാവാം. ഇനി ഓയിൽ സ്പില്ല്, ഓയിലൊക്കെ താഴെ വീണ് കിടന്നാലോ, അതൊക്കെ എപ്പോഴും ഫ്ലോറിലൊക്കെ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഉണ്ടെങ്കിൽ ഇതെല്ലാം ആക്സിഡന്റ്സിന് കാരണമല്ലേ? ആണോ? നമ്മുടെ വീട്ടിലൊക്കെ ഓയിലൊക്കെ വീണ് കഴിഞ്ഞാൽ, വെള്ളമൊക്കെ വീണ് കഴിഞ്ഞാൽ നമ്മൾ അപ്പൊ തന്നെ തുടച്ചിടും അല്ലെ? കാരണം എന്താ, എന്തുകൊണ്ടാണ് ഞാൻ തുടച്ചിടുന്നത്? സ്ലിപ്പായി വീഴാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ അല്ലെ? അത് തന്നെയാണ് ഇവിടെയും. അങ്ങനെയുള്ള സ്ലിപ്പായി വീഴാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ആക്സിഡന്റ്സ് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ് അല്ലെങ്കിൽ ഒരു കാരണങ്ങളാണ് ഈ പറയുന്ന കാരണങ്ങള്. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ എന്ത് ചെയ്യുക, ഉടനെ അത് അവിടുന്ന് റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ അവിടെ മാറിയിട്ട് എടുത്ത് മാറ്റുക. അപ്പൊ 3 കാര്യങ്ങളാണ് പറഞ്ഞത് നമ്മള്. പ്രോപ്പർ യൂണിഫോംസ് ശരിയായ രീതിയിൽ അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട് ഏത് യൂണിഫോമോ ക്ലോത്തോ ഏത് തുണിത്തരമാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അത് കൃത്യമായിട്ട് ധരിക്കുക. അത് ഒരിക്കലും ഒത്തിരി ടൈറ്റ് ആവാനോ ഒത്തിരി ലൂസ് ആവാനോ പാടില്ല. ജ്വല്ലറീസും ഹൈ ഹീൽഡ് ആയിട്ടുള്ള ഫുഡ് വെയേഴ്സ് മുതലായവയൊക്കെ അപകട കാര്യങ്ങളായതുകൊണ്ട് തന്നെ അതൊക്കെ ഒഴിവാക്കുകയും ചെയ്യുക. ഇനി വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള വളരെ ലോലമായ എന്ന് പറയാല്ലേ, നമുക്ക് ലോലമായ വളരെ പൊട്ടിപ്പോകുന്ന രീതിയിലുള്ള ആർട്ടിക്കിൾസോ അല്ലെങ്കിൽ ഉപകരണങ്ങളോ കാര്യങ്ങളോ ഒക്കെ പ്രത്യേകിച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുപോകുന്ന സമയത്ത് ഒരിക്കലും ഓടാതെ നടന്നു പോകുക. 3-മതായിട്ട് പറഞ്ഞ ഫ്ലോറില് എന്തെങ്കിലും ഫോറിൻ മെറ്റീരിയൽസ് ലൂസ് വയറുകളോ ഓയിലൊക്കെ വീണ് കിടന്നാലോ അതൊക്കെ ഉടനടി റിമൂവ് ചെയ്യുക. കാരണം ഇത് ആക്സിഡൻസ് മുതലായ കാര്യങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള പ്രധാന കാരണങ്ങളായതുകൊണ്ട്. ക്ലിയർ അല്ലേ? ആ 3 പോയിന്റ്സ് ഒക്കെയാണോ? ഓക്കെ, next വരുന്നത് പ്രാക്ടിക്കൽ ജോക്സ്. Do not indulge in practical jokes involving fire, acid, water, compressed air and other potentially hazardous things. എന്താണ് പ്രാക്ടിക്കൽ ജോക്സ് എന്ന് പറയുന്നത്?
കളിതമാശകളിൽ ഏർപ്പെടാതിരിക്കുക. അതായത് നമ്മുടെ വീടുകളിലാണെങ്കിലും നമ്മുടെ ഇങ്ങനെയുള്ള പ്രാക്ടിക്കൽ ജോക്സ്, ഇപ്പൊ വെള്ളം ഉപയോഗിച്ചോ ഇപ്പൊ ഫയർ ഉപയോഗിച്ചോ ഒക്കെ കളിതമാശകളിൽ ഏർപ്പെടാറുണ്ട് അല്ലെ? ആണോ? നമ്മളെ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നമ്മൾ എന്താണ് അതെടുത്തൊക്കെ വെറുതെ കളിക്കാറില്ലേ? ചെയ്യാറുണ്ടോ? ഉണ്ട് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള പ്രാക്ടിക്കൽ ജോക്സ് അല്ലെങ്കിൽ കളിതമാശകളിൽ ഇവിടെ ഏർപ്പെടാതിരിക്കുക. എന്തൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളതാ? ഫയർ അല്ലെ? ഫയറോ ആസിഡോ വാട്ടറോ കംപ്രസ്ഡ് എയർ മുതലായിട്ടുള്ള പൊട്ടൻഷ്യലി ഹസാർഡസ് തിങ്സ്, അതായത് നമുക്ക് അപകട സാധ്യത നിറഞ്ഞ സാധനങ്ങൾ ഉപയോഗിച്ചുള്ള കളിതമാശകളിൽ ഏർപ്പെടാതിരിക്കുക. അവിടെ ഒരു സാധനം നമുക്ക് ഇരിപ്പുണ്ടാവും, അത് ഉപയോഗിച്ച് നമ്മൾ എന്തെങ്കിലും ചെയ്ത് നോക്കാം എന്നൊക്കെ പറഞ്ഞ അങ്ങനെയുള്ള പ്രാക്ടിക്കൽ ജോക്സിൽ ഏർപ്പെടാതിരിക്കുക. Then warning boards. They pay attention to all warning boards. ഇവിടെ ഓരോ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലൊക്കെ വാർണിംഗ് ബോർഡ്സ് കണ്ടിട്ടുണ്ടോ? ഹോസ്പിറ്റൽസില് വാർണിംഗ് ബോർഡ്സ് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള വാർണിംഗ് ബോർഡ്സ് ഒക്കെ ഇവരെന്ത് ചെയ്യുക? കൃത്യമായ ശ്രദ്ധ കൊടുക്കുക. കാരണം these signs warn you about dangers and hazards that may cause injury or harm. അല്ലെ? എന്തെങ്കിലും പരിക്കുകളോ അല്ലെങ്കിൽ അപകടങ്ങളോ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലെ? അങ്ങനെ ഒരു കാരണം അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുള്ളതിനെ കുറിച്ചുള്ളൊരു ഡേഞ്ചറസ് ആണ്, അത് ഹസാർഡസ് ആണ്, അപകട സാധ്യതയുള്ളതാണ് അല്ലെ? അങ്ങനെ ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്നതാണ് ശരിക്കും ഈ വാർണിംഗ് ബോർഡ്സ് എന്ന് പറയുന്നത് അല്ലെ? ഒരു മുന്നറിയിപ്പാണ് അവിടെ കൊടുക്കുന്നത്. അങ്ങനെയുള്ള മുന്നറിയിപ്പ് ബോർഡുകൾ കണ്ടാൽ അതിൽ കുറച്ചുകൂടി ജീവനക്കാർ എന്ത് ചെയ്യണം? ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. Then work procedure. Be familiar with your work procedure, including safety practices as work. എന്താ? നമ്മൾ ഏത് ജോലിയാണോ ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങള് കൃത്യമായിട്ട് അതിൽ ഫെമിലിയർ ആയിരിക്കണം അല്ലെങ്കിൽ അതിൽ പരിചയമുള്ളവരായിരിക്കുക. ഇൻക്ലൂഡിങ് സേഫ്റ്റി പ്രാക്ടീസസ് അറ്റ് വർക്ക്. ആ ജോലി ചെയ്യുന്ന സമയത്ത് സുരക്ഷയുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം എന്നുകൂടി നമ്മൾ മനസ്സിലാക്കി വെക്കണം. മനസ്സിലായോ? ബി ഫെമിലിയർ വിത്ത് യുവർ വർക്ക് പ്രൊസീജിയർ. നമ്മൾ എന്ത് വർക്കാണോ ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട എല്ലാ നടപടിക്രമങ്ങളിലും നമ്മൾ ഫെമിലിയർ ആയിരിക്കണം. നമുക്ക് നല്ല രീതിയിലൊരു അറിവ് കാര്യങ്ങൾ അതിൽ ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ വർക്കിനോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ രീതികളെ കുറിച്ച് ഒരു അറിവ് അല്ലെങ്കിൽ ഫെമിലിയാരിറ്റി അല്ലെങ്കിൽ പരിചയം നമുക്ക് ഉണ്ടായിരിക്കണം. ആൻഡ് ഹാൻഡ് റെയിൽസ്. ഓൾവേസ് യൂസ് ഹാൻഡ് റെയിൽസ് ഓൺ സ്റ്റെയർസ് ഓഫ് റാമ്പ്. യൂസ് ചെയ്യാറുണ്ടോ? നിങ്ങള് യൂസ് ചെയ്യാറുണ്ടോ? സ്റ്റെയർ ഒക്കെ കയറുന്ന സമയത്ത് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, യൂസ് ചെയ്യണം എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ സ്റ്റെയർ ഒക്കെ കയറുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മള് റാമ്പുകൾ കണ്ടിട്ടുണ്ടോ? റാമ്പുകൾ കണ്ടിട്ടുണ്ടോ? ഹോസ്പിറ്റലില് കണ്ടിട്ടുണ്ടോ റാമ്പ്? ഒരു ചെരിഞ്ഞ പ്രതലം കണ്ടിട്ടുണ്ടോ? നമ്മുടെ സ്ട്രക്ചേഴ്സ് വീൽചെയർസ് ഒക്കെ കയറി പോവാൻ വേണ്ടിയിട്ട് അത് തന്നെ. അപ്പൊ അവിടെയാണെങ്കിലും രണ്ട് സൈഡിലും ഈ കൈവരികൾ കൊടുത്തിട്ടുണ്ടാവാറില്ലേ? ഹാൻഡ് റെയിൽസ് കൊടുത്തിട്ടുണ്ടാവില്ലേ പിടിച്ചു കയറാൻ വേണ്ടിയിട്ട്? ഉണ്ടാവും അല്ലെ? അപ്പൊ അവിടെ നമ്മുടെ ഒരു സ്റ്റെയർ കേസ് കയറുന്ന സമയത്ത് സ്റ്റെയർസ് കയറുന്ന സമയത്താണെങ്കിലും റാമ്പുകൾ കയറുന്ന സമയത്താണെങ്കിലും എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് കൊടുത്തിരിക്കുന്നതാണ് അല്ലെ? നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണത്. എപ്പോഴും ഹാൻഡ് റെയിൽസ് യൂസ് ചെയ്യുക, ഉപയോഗിക്കുക. Then overhead objects. എന്താണ് overhead objects എന്ന് പറഞ്ഞാൽ? വളരെ ഉയരത്തിലിരിക്കുന്ന സാധനങ്ങൾ. നോക്കിയേ, when you try to take objects, overhead objects, നമ്മുടെ തലയ്ക്ക് മുകളിൽ അല്ലെങ്കിൽ നമ്മൾ ഉയരത്തിലിരിക്കുന്ന ഒബ്ജക്ട്സ് അല്ലെങ്കിൽ സാധനങ്ങൾ നമ്മൾ എടുക്കുന്ന സമയത്ത് ഓൾവേസ് യൂസ് എ ഗുഡ് ലാഡർ. നല്ലൊരു ലാഡർ ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം അല്ലെ? ഏറ്റവും നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയാ ചെയ്യാറ്? ലാഡർ ഒക്കെ യൂസ് ചെയ്താണോ കയറുന്നേ? ആണോ? ലാഡർ യൂസ് ചെയ്യാറുണ്ടോ? അതോ എന്തെങ്കിലും ചെയറോ കാര്യങ്ങളോ ഒക്കെ ഇട്ടാണോ കയറാറ്? എന്താണ്? എങ്ങനെയാണ് കയറാറ്? ചെയറിന്റെ സ്പെല്ലിംഗ് വ്യത്യാസമുണ്ട് കേട്ടോ. ഡു നോട്ട് ക്ലൈംബ് ഓൺ ചെയർ ഓർ ബോക്സസ് കേട്ടോ. അപ്പൊ അവിടെ നമ്മള് എന്ത് ചെയ്യാൻ പാടില്ല? ലാഡർ ആണ് യൂസ് ചെയ്യേണ്ടത്. ഒരിക്കലും എന്തിൽ കയറാൻ പാടില്ല? ചെയറുകളിലോ അല്ലെങ്കിൽ ബോക്സുകളിലോ ഒന്നും
കയറാൻ പാടില്ല കേട്ടാ. അതിലൊന്നും കയറിയല്ല നമ്മൾ ഈ ഉയരത്തിലിരിക്കുന്ന സാധനങ്ങൾ എടുക്കേണ്ടത്. ഇപ്പൊ ഹോസ്പിറ്റലാണെങ്കിലും അങ്ങനെ തന്നെ ഉയരത്തിൽ ഒരുപാട് സാധനങ്ങൾ ചിലപ്പോ ഉയരത്തിൽ വെച്ചിട്ടുണ്ടാവും അല്ലെ, നല്ല രീതിയിൽ ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ വെച്ചിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള പൊക്കത്തിൽ നിന്ന് അല്ലെങ്കിൽ ഉയരത്തിൽ നിന്നും ഇരിക്കുന്ന സാധനങ്ങൾ എടുക്കുന്ന സമയത്ത് എപ്പോഴും നല്ലൊരു ലാഡർ യൂസ് ചെയ്തുകൊണ്ടായിരിക്കണം അത് എടുക്കേണ്ടത്. ക്ലിയർ ആണോ? വേഗം ഒന്ന് വായിച്ചു നോക്കി. സേഫ്റ്റി റൂൾസ് ഫോർ ജനറൽ സേഫ്റ്റി റൂൾസ് ഓഫ് പേഴ്സണൽസിന്റെ ക്ലിയർ ആണോ നോക്കിയേ വേഗം. അവിടെ ആ ചെയറിന്റെ സ്പെല്ലിംഗ് ഒന്ന് തിരുത്തിയേക്കാം കേട്ടോ. ചെയർ എന്നാണ്. ഡു നോട്ട് ക്ലൈംബ് ഓൺ ചെയർ ഓർ ബോക്സസ്. ടേക്ക് ഒബ്ജക്ട്സ് ഒബ്ജക്ട്സിന്റെ ശരിയാണ് കേട്ടോ. Objects when you try to take overhead objects മതി കേട്ടോ. ഒബ്ജക്ട്സിന്റെ സ്പെല്ലിംഗില് കറക്ഷൻ വരുത്തണേ. ഓവർഹെഡ് ഒബ്ജക്ട്സ് ഇല്ല. നിങ്ങളുടെ ക്ലിയർ ആയിട്ടാണോ കിടക്കുന്നേ? മിസ്റ്റേക്ക് ഉണ്ടോ ഇങ്ങനെ? അത് തിരുത്തിയേക്കാം കേട്ടോ. അത് തിരുത്തി വെച്ചേക്കണേ. ഓക്കെ, വേഗം ഒന്ന് വായിച്ചു നോക്കി. ഏതെങ്കിലും പോയിന്റ്സ് പറയണമെങ്കിൽ മിസ് പറഞ്ഞുതരാം കേട്ടോ. റീഫ്രെയിൻ എന്ന് പറഞ്ഞാൽ വിട്ടു നിൽക്കുക. ആൽക്കഹോളിക് ഡ്രിങ്ക്സിൽ നിന്ന് വിട്ടു നിൽക്കുക. ഓക്കെ ആണെങ്കിൽ ഒന്ന് റിപ്ലൈ ചെയ്യണേ. ഓക്കെ, കഴിഞ്ഞില്ലെങ്കിൽ വായിച്ചോളൂ കേട്ടോ. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, അടുത്ത ഭാഗത്തേക്ക് പോട്ടെ മിസ്. ഓക്കെ അല്ലേ?
ഓക്കെ, നിങ്ങൾക്ക് ഇങ്ങനെ 2-3 ക്വസ്റ്റ്യൻസ് ആയിരിക്കും പ്രധാനമായിട്ടും ഇവിടുന്ന് വരിക. ഇൻക്ലൂഡഡ് ആയത് ഏത്, ഇൻക്ലൂഡഡ് അല്ലാത്തത് ഏതെന്ന് പറയാം. ഈ പറഞ്ഞ കൂട്ട് എന്താണ് നമ്മുടെ ടു ബി ഫിസിക്കലി ആൻഡ് ഇമോഷണലി ഫിറ്റ് ഫോർ വർk ബൈ മെയിൻറ്റെയിനിങ് ദാറ്റ് എന്ന് ചോദിക്കാം. വുഡ് ഹെൽപ് ദാറ്റ് പ്രോപ്പർ ഡയറ്റ് അല്ലെ. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പൊ ഒരു എന്താണ് വാർണിംഗ് ബോർഡ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എങ്ങനെയാണ്, അതുപോലെ ഏതൊരു സാഹചര്യത്തിലാണ് ഒരു ലാഡർ യൂസ് ചെയ്യുന്നത്, അങ്ങനെയുള്ള ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസും ഇവിടെ നിന്ന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതുപോലെ ഇൻക്ലൂഡഡ് ആയത് ഏതാണ്, ഒരു സ്റ്റാഫുകളുമായി ബന്ധപ്പെട്ട സുരക്ഷയിൽ ഉൾപ്പെടുന്നത് ഏതാണെന്ന് എന്ന് ചോദിച്ചാലും പേഷ്യൻസുമായി ബന്ധപ്പെടുന്ന വ്യത്യാസം ഉണ്ടാവും അല്ലെ. അപ്പൊ അത് വെച്ച് നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് നിങ്ങൾ ആ ഓരോരുത്തരുടെയും ഏത് ഗ്രൂപ്പിനെ അനുസരിച്ചാണ് നമ്മൾ അവിടെ സേഫ്റ്റി റൂൾസ് പറയുന്നത് എന്നൊന്ന് മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾക്ക് അതിൽ ഏത് വന്നാലും ഇൻക്ലൂഡഡ് ആയത് ചോദിച്ചാലും ഇൻക്ലൂഡഡ് അല്ലാത്തത് ചോദിച്ചാലും മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമ്മള് സേഫ്റ്റി ഇൻ പേഷ്യന്റ് കെയർ, അവിടെയുള്ള ജീവനക്കാരുടെ നമ്മൾ കഴിഞ്ഞു അല്ലെ, ജനറൽ സേഫ്റ്റി റൂൾസ് പറഞ്ഞു. അടുത്തതിന് ഈ പേഷ്യൻസിന് പരിചരണം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട സേഫ്റ്റി അല്ലെങ്കിൽ സുരക്ഷയാണ് പറയാൻ പോകുന്നത്. വളരെ ചെറിയൊരു ഭാഗമാണ്. ഓക്കെ, ഫസ്റ്റ് വൺ പ്രിവെന്റ് ഫോളിങ് ഫ്രം ബെഡ്. അതായത് അവിടെ ചിലപ്പോ പല രോഗികളും എന്ത് ചെയ്യാം, ബെഡിൽ നിന്ന് താഴേക്ക് വീഴാറുണ്ട് അല്ലെ. അപ്പൊ അതൊക്കെ തടയുന്നതിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ്, അതായത് പ്രധാനമായിട്ടും feeble, disoriented and patients who are under sedation frequently try to get on or off the bed unaided. ഇനി എന്താ, ചില പേഷ്യൻസ് അതായത് ഫീബിൾ എന്ന് പറഞ്ഞാൽ ചില ബലഹീനരായിട്ടുള്ളവര്, ആൻഡ് ഡിസ്ഓറിയന്റഡ് എന്ന് പറഞ്ഞാൽ ദിശാബോധമില്ലാത്തവര്, ആൻഡ് പേഷ്യൻസ് ഹു ആർ അണ്ടർ സെഡേഷൻ, മയക്കത്തില് നമ്മുടെ സെഡേഷൻ ഒക്കെ കൊടുത്തു കഴിയുമ്പോ അതുപോലെ ചില പേഷ്യൻസ് ചിലപ്പോ എന്താണ് ആരുടെയെങ്കിലും ഒരാളുടെ സഹായം ഇല്ലാതെ ട്രൈ ടു ഗെറ്റ് ഓൺ ഓർ ഓഫ് ദ ബെഡ് അൺഎയ്ഡഡ്, എന്താ മറ്റൊരാളുടെയും സഹായം ഇല്ലാതെ ചിലപ്പോ ഈ പറയുന്ന പേഷ്യൻസിന് ബെഡിലേക്ക് കയറാനോ ചിലപ്പോ അവിടെ നിന്ന് ഇറങ്ങാനോ ഒന്നും ചിലപ്പോ സാധിച്ചെന്നുമല്ല. അവർക്ക് ചിലപ്പോ ഒരാളുടെ സഹായം വേണമായിരിക്കാം. എന്നാൽ പോലും ചില പേഷ്യൻസ് എന്ത് ചെയ്യാറുണ്ട്, ഒരാളെ വിളിക്കാതെ അവർ തന്നെത്താനെ എന്ത് ചെയ്യാറില്ലേ. ഇപ്പൊ എന്താണ്, ഡിഫീബിൾ ആയിട്ടുള്ളവരാകാം, ബലഹീനരായിട്ടുള്ളവര് ചിലപ്പോൾ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന രീതിയിൽ മറ്റൊരാളുടെ സഹായമില്ലാതെ ചിലപ്പോ ബെഡിലേക്ക് കയറാം, ചിലപ്പോ ബെഡിൽ നിന്ന് ഇറങ്ങാം അല്ലെ. അൺഡിസോറിയന്റഡ് നമ്മുടെ എന്താണ് ദിശാബോധമില്ലാത്തവർ, ചിലപ്പോൾ നല്ല കോൺഷ്യസ് മൈൻഡിലുള്ളവരായിരിക്കില്ല, ചിലപ്പോൾ അവർക്ക് മറ്റു മാനസികമായിട്ടുള്ള ചെറിയ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഉള്ളവരായിരിക്കാം. അല്ലെങ്കിൽ ഇപ്പോ പേഷ്യൻസിന് വല്ല ഓപ്പറേഷനോ സർജറിയുമായി ബന്ധപ്പെട്ട സെഡേഷൻസോ കാര്യങ്ങളോ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ആ ഒരു മയക്കം അല്ലെങ്കിൽ ആ ഒരു സെഡേഷന്റെ എഫക്റ്റ് മാറുന്നത് വരെ അവർക്ക് എങ്ങനെയായിരിക്കും, അവർക്ക് ശരിയായ ഒരു രീതിയിൽ അവർക്ക് പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റുമോ? സെഡേഷനിലിരിക്കുന്ന ആളുകൾക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലെ. അപ്പൊ അങ്ങനെ അവർക്ക് ഒരു കോൺഷ്യസ് മൈൻഡിലായിരിക്കില്ല അവര്. അപ്പൊ അങ്ങനെയുള്ള ആളുകളൊക്കെ ചില സമയങ്ങളിൽ പെട്ടെന്ന് ചിലപ്പോ ബെഡിൽ നിന്ന് ചാടിയിറങ്ങാറുണ്ട് അല്ലെ. മറ്റൊരാളുടെ സഹായം ഇല്ലാതെ തന്നെ ചിലപ്പോ അവര് പെട്ടെന്ന് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് ചിലപ്പോൾ പെട്ടെന്ന് ബെഡിൽ നിന്ന് ചാടിയിറങ്ങാം, അല്ലെങ്കിൽ എന്താ ബെഡിലേക്ക് ചിലപ്പോ ചാടിക്കയറാം അല്ലെ. പെട്ടെന്ന് അങ്ങോട്ട് കയറി ഇരിക്കാനും സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് മറ്റൊരാളുടെ സഹായം ഇല്ലാതെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ ആ ബെഡിൽ നിന്ന് താഴെ വീഴാനുള്ള ചാൻസ് ഇല്ലേ? ഉണ്ടോ? താഴെ വീണ് പോകാൻ ചാൻസ് ഇല്ലേ? ഉണ്ട് അല്ലെ. അതാണ് അടുത്തതായിട്ട് പറയുന്നത്, try to make the patient understand that they require assistance. അപ്പൊ എന്ത് ചെയ്യണം, നമ്മള് അവിടെയുള്ള ജീവനക്കാർ എന്താ ചെയ്യണ്ടേ, ഈ പേഷ്യൻസിനെ പറഞ്ഞ് മനസ്സിലാക്കണം അല്ലെ. അവർക്ക് ഈ ഒരു സാഹചര്യത്തിൽ ഒരാളുടെ സേവനം അല്ലെങ്കിൽ സഹായം ആവശ്യമായിട്ടുണ്ട്. അപ്പൊ നിങ്ങള് ഇങ്ങനെയുള്ള ഒരു പേഷ്യന്റ് ആണ്, നിങ്ങൾക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ട്, പെട്ടെന്ന് അങ്ങനെ ഇറങ്ങാൻ പറ്റില്ല, അല്ലെങ്കിൽ പെട്ടെന്ന് ചാടി കയറിയാൽ നിങ്ങൾ ഇങ്ങനെ വീണ് പോവാം. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് പിന്നെയും കോംപ്ലിക്കേഷനിലേക്കാണ് പോകുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ളൊരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പെട്ടെന്ന് അങ്ങനെ ചാടി ഇറങ്ങാനോ കയറാനോ പാടില്ല. നിങ്ങൾക്ക് ഒരാളുടെ സഹായം ഈ സമയത്ത് നിങ്ങൾക്ക് ആവശ്യമാണ് എന്ന് അവരെ പറഞ്ഞ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്, അവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് ഒരു കാര്യമാണ്. രണ്ടാമത്തത്, അങ്ങനെ മനസ്സിലാക്കിയാൽ മാത്രമേ അവരെ നമുക്ക് ആ ഒരു
ഫ്രം ബെഡ് എന്ന് പറയുന്ന ആ ഒരു പ്രൊസീജിയറിൽ നിന്ന് അല്ലെ അതിന് തടയാൻ പറ്റുള്ളൂ അല്ലെ. അല്ലാതെങ്കിലോ അവർക്ക് മനസ്സിലായില്ലെങ്കിൽ ചിലരെന്ത് ചെയ്യും, അത് മൈൻഡ് ചെയ്യില്ല അല്ലെ. എത്ര പറഞ്ഞാലും ചിലപ്പോ അവർ പറയും നമ്മൾ അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, എനിക്കിപ്പോ തന്നെ ചെയ്യാനായിട്ട് പറ്റും എന്ന് പറയും അല്ലെ. അവരെ മനസ്സിലാക്കിയെടുക്കുക എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം. അത് അവരുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതാണ്, സ്റ്റാഫുകളാണ് ചെയ്യേണ്ടത്. രണ്ടാമത് പേഷ്യൻസ് ബിലോങ്ങിങ് ഷുഡ് ബി കെപ്റ്റ് വിത്തിൻ റീച്ച്. പേഷ്യൻസിന്റെ സാധനങ്ങൾ, അവരുടെ സാധനങ്ങൾ ഉണ്ടാവുമല്ലോ, അവരുടെ അത്യാവശ്യം അവരുടെ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർ കൊണ്ടുവന്നിരിക്കുന്ന അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള സാധനങ്ങൾ, വ്യക്തിപരമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഷുഡ് ബി കെപ്റ്റ് വിത്തിൻ റീച്ച്. എന്ത് ചെയ്യണം, അവരുടെ അടുത്ത് തന്നെ എന്ത് ചെയ്യണം, വയ്ക്കാനായിട്ടുള്ള ഒരു സൗകര്യം ചെയ്തു കൊടുക്കണം. കണ്ടിട്ടില്ലേ നിങ്ങൾ, വാർഡിലാണെങ്കിലോ നമ്മുടെ റൂമുകളിലാണെങ്കിലും അത് നമ്മൾ എവിടെയാണോ റൂമിന്റെ നമ്മുടെ ബെഡിന്റെ അടുത്ത് തന്നെ ബോർഡ് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടാവില്ലേ, ടേബിളൊക്കെ നമ്മൾ സാധനങ്ങൾ വയ്ക്കാനായിട്ട് ഉണ്ട് അല്ലെ. ഒത്തിരി ദൂരെയൊന്നും പോണ്ടി വരരുത് അല്ലെ. അവിടെ പേഷ്യൻസുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ എന്ത് ചെയ്യുക, അവരുടെ അടുത്ത് തന്നെ വയ്ക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. ആസ്ക് ദ പേഷ്യൻസ് ടു യൂസ് nurses or bed to have a bed bath or urinal. ഇനി എന്താ പറയുന്നത്, പേഷ്യൻസിന്, അതായത് ഇപ്പൊ പേഷ്യൻസിന് നേഴ്സ് കോൾ ബെല്ലുകൾ യൂസ് ചെയ്യാം. എന്തിനു വേണ്ടിയിട്ടാ, ടു ഹാവ് എ ബെഡ് പാൻ ഓർ യൂറിനൽ. അതായത് മലമൂത്ര വിസർജന പാത്രങ്ങളാണ് ഈ പറയുന്ന ബെഡ് പാൻ അല്ലെങ്കിൽ യൂറിനൽ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള സമയങ്ങളിൽ അവർക്ക് അങ്ങനെ പോകണമെന്ന്, ടോയ്ലറ്റിൽ പോകാനായിട്ട് ചിലപ്പോ ബുദ്ധിമുട്ട്, നടന്നു പോകാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ ഉണ്ടാവും അല്ലെ, പേഷ്യൻസ്. അപ്പൊ അവർക്ക് ഇങ്ങനെ മലമൂത്ര വിസർജനവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള പാത്രങ്ങൾ ആവശ്യമായി വരാണെങ്കിൽ അവർക്ക് എന്ത് കൊടുക്കണം, ഒരു നേഴ്സ് കോൾ ബെല്ല് കൊടുക്കണം. ആ ബെല്ല് അടിച്ചു കഴിഞ്ഞാൽ ഉടനെ അവര് ആരിവിടെ എത്തണം, ആരെവിടെ എത്തേണ്ടത്, ഈ പേഷ്യൻസിന്റെ അടുത്തേക്ക് ആ ബെല്ലടിച്ചാല് നഴ്സസ് എത്തണം അല്ലെ. അവർക്കപ്പോ അത്യാവശ്യമുള്ള സൗകര്യങ്ങൾ ഇവര് ചെയ്തു കൊടുക്കാൻ വേണം. അപ്പൊ ഒത്തിരി പേഷ്യൻസിനെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒത്തിരി ബുദ്ധിമുട്ടിക്കാൻ പാടില്ലേ. അവരുടെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് അവരിങ്ങനെ നടന്നു പോകാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ്. അപ്പൊ അതിനുവേണ്ടി അവർക്ക് ഒരു ബെല്ല്, നേഴ്സ് കോൾ ബെല്ല് വയ്ക്കുക, ഉടനെ നേഴ്സ് വരികയും അവർക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുക. അടുത്തതാണ് ബെഡ് റെയിൽസ്. യൂസ് ബെഡ് റെയിൽസ് ഓൺ ബോത്ത് സൈഡ്സ്. കൈപ്പിടികൾ കണ്ടിട്ടുണ്ടോ, ബെഡിന്റെ രണ്ട് ചുറ്റിലും കണ്ടിട്ടുണ്ടോ? ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ മിക്ക ഹോസ്പിറ്റലിൽ നമ്മൾ ഇടാറില്ല അല്ലെ, എന്നാലും അതുണ്ട് അല്ലെ, ഉണ്ട്. പക്ഷെ നമ്മൾ ചിലപ്പോ യൂസ് ചെയ്യാറുണ്ടാവില്ല മിക്കവരും അല്ലെ. അത് അങ്ങനെയുള്ള രണ്ട് സൈഡിലും അങ്ങനെയുള്ള ബെഡ് റെയിൽസ് ഇട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്, ഇപ്പൊ പേഷ്യൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെരിയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും തെന്നി താഴെ വീഴാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ. അപ്പൊ അതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെയുള്ള വീഴ്ചയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ബെഡ് റെയിൽസ് ഒക്കെ വെച്ചിരിക്കുന്നത്. പക്ഷെ അത് യൂസ് ചെയ്യാറില്ല, ഹോസ്പിറ്റലുകളിൽ നമ്മൾ യൂസ് ചെയ്യാറില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതേസമയം അത് യൂസ് ചെയ്യണം. അങ്ങനെയുള്ള ബെഡ് റെയിൽസ് ഒക്കെ രണ്ട് സൈഡിലും അല്ലെങ്കിൽ രണ്ട് കൈപ്പിടികൾ രണ്ട് സൈഡിലും ഉള്ളത് ഉപയോഗിക്കുക. മെഡിക്കേഷൻസ്, മരുന്നുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. Then check out, double check medications, relating instructions, labels, patient identity. ഇനി എന്താണ്, മരുന്നുകൾ കൊണ്ടുവരുന്നത്. നിങ്ങൾ ആ മരുന്ന് ഒരു എപ്പോഴും നമ്മുടെ വാർഡിലേക്കാണെങ്കിലും ഒരു റൂമുകളിലേക്കാണെങ്കിലും പേഷ്യൻസിന്റെ പേര് എഴുതി നഴ്സസ് മരുന്നുകൾ കൊണ്ടുവരാറില്ലേ, നമുക്ക് കൃത്യസമയത്ത് നമുക്ക് മരുന്ന് തരും അല്ലെ. അപ്പൊ അവിടെ ഡബിൾ ചെക്ക് ചെയ്യണം. ഒരു പ്രാവശ്യം മാത്രം ചെക്ക് ചെയ്താൽ പോരാ, ഡബിൾ ചെക്ക് ചെയ്ത് അവരുടെ റിലേറ്റഡ് ഇൻസ്ട്രക്ഷൻസ് ഏതൊക്കെ രീതിയിലാണ് അവർക്ക് മരുന്ന് കൊടുക്കേണ്ടതാണോ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് അതിനനുസരിച്ച് ഒരു പ്രാവശ്യം നമ്മൾ നോക്കി രണ്ടാമതും അവിടുത്തെ നേഴ്സസ് എന്ത് ചെയ്യണം, ഡബിൾ ചെക്ക് ചെയ്തിട്ട് പേഷ്യൻസിന്റെ ലേബൽ ഐഡന്റിറ്റി. കാരണം എന്താ, ഒരു വാർഡിലേക്ക് പോലും ഒത്തിരി പേഷ്യൻസ് ഉണ്ടാവില്ലേ അവിടെ അല്ലെ. അപ്പൊ മരുന്ന് മാറിപ്പോവാൻ പാടില്ല അല്ലെ. മരുന്ന് മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് പേഷ്യൻസിന്റെ ഐഡന്റിറ്റി, ഇപ്പൊ അവരുടെ പേരാവാം, അല്ലെങ്കിൽ ഇത്രാം നമ്പർ ബെഡ് എന്നായിരിക്കാം, അല്ലെങ്കിൽ ഇത്രാം നമ്പർ റൂം എന്നായിരിക്കാം. എങ്ങനെയാണോ അവരെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് അതിനനുസരിച്ച് ഐഡന്റിഫൈ ചെയ്യാനുള്ള ലേബലുകള് ഈ പറയുന്ന മരുന്നിനോടൊപ്പം വെച്ചുകൊണ്ടായിരിക്കണം കൊണ്ടുപോവേണ്ടത്. മനസ്സിലായോ? ലേബലിംഗ്. അടുത്തത് എന്താ, ലേബൽ ഓൾ ബോട്ടിൽസ് ആൻഡ് കണ്ടെയ്നേഴ്സ്. ഇനി എന്താ, ആ ഒരു നഴ്സിംഗ് സ്റ്റേഷനിൽ അല്ലെങ്കിൽ ആ ഒരു റൂമിൽ ഒത്തിരി മരുന്നുകൾ, ബോട്ടിൽസ്, കണ്ടെയ്നേഴ്സ് ഒക്കെ നഴ്സിംഗ് സ്റ്റേഷനിൽ നമ്മൾ ഈ നഴ്സസ് കൊണ്ടുവരുന്ന സമയത്ത്, മരുന്നൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് എടുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അവിടെയുള്ള എല്ലാ ബോട്ടിലുകളും കണ്ടെയ്നേഴ്സും കൃത്യമായിട്ട് പേരെഴുതി ലേബൽ എഴുതി വെച്ചിരിക്കണം. അപ്പൊ ഒരുപോലത്തെ ബോട്ടിലുകളൊക്കെ ഉണ്ടാവും അല്ലെ. മരുന്ന് മാറിപ്പോവാൻ സാധ്യതയില്ലേ പേഷ്യൻസ് കൊടുക്കുന്നത്, അത് മാറിപ്പോയ പേഷ്യൻസിന് അത് അപകടം ഉണ്ടാവുന്ന കാര്യമാണ് അല്ലെ. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന എല്ലാ ബോട്ടിലുകളും കണ്ടെയ്നേഴ്സും
കൃത്യമായിട്ട് ഓരോന്നും എന്താണ് എന്ന് കൃത്യമായി പേരെഴുതി ലേബൽ ചെയ്ത് സൂക്ഷിക്കേണ്ടതാണ്. Then keep the medicine supply locked. മരുന്നുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ സപ്ലൈസ് എന്ത് ചെയ്യണം? ലോക്ക് ചെയ്ത് വെക്കുക. ആവശ്യമില്ലാത്ത ആരും വന്ന് അത് എടുത്തു കൊണ്ടുപോകാനോ കഴിക്കാനോ പാടില്ല. അതുപോലെ ചില മരുന്നുകൾ നമ്മൾ പേഷ്യൻസിന്റെ കയ്യിൽ കൊടുക്കാറുണ്ട് അല്ലെ, കൊടുക്കാറില്ലേ? ചില മരുന്നുകള് പേഷ്യൻസിന്റെ കയ്യിൽ കൊടുക്കാറില്ലേ? ഇന്ന സമയത്ത് കഴിക്കണം എന്ന് പറഞ്ഞ് അവരുടെ ബൈസ്റ്റാൻഡേഴ്സിന്റെ കയ്യിൽ കൊടുക്കാറുണ്ട് അല്ലെ. അത് ഇപ്പൊ കൂടുതലും സപ്ലൈ ചെയ്ത് വെക്കുന്നതെന്ന് വെച്ചാൽ ലോക്ക് ചെയ്ത് വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ചിലപ്പോ അവരുടെ ബൈസ്റ്റാൻഡേഴ്സിനോട് പറയും ആ ഒരു കബോർഡിൽ ലോക്ക് ചെയ്ത് സൂക്ഷിക്കാനായിട്ട്. ഇപ്പൊ ചിലപ്പോ ഓർമ്മക്കുറവുള്ള പേഷ്യൻസ് ഒക്കെ ഉണ്ടാവില്ലേ, അവരെന്ത് ചെയ്യും? ചിലപ്പോ ഒരു പ്രാവശ്യം മരുന്ന് ഓൾറെഡി അവർ കഴിച്ചു കാണും, കൊടുത്തിട്ടുണ്ടാവും. ചിലപ്പോ അവരത് മറന്നു പോയിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അവരെന്ത് ചെയ്യും? രണ്ടാമതും ചിലപ്പോ ആ മരുന്ന് എടുത്ത് കഴിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ അവർക്ക് ഡബിൾ ഡോസ് ആവുമല്ലേ ഇതൊക്കെ. അങ്ങനെയുള്ള അപകടങ്ങളൊക്കെ ആ പേഷ്യൻസിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും മരുന്നുകൾ എപ്പോഴും എന്ത് ചെയ്യണം? ലോക്ക് ചെയ്ത് സൂക്ഷിക്കുക. ലാസ്റ്റ് വരുന്നതാണ് കീപ് വാർണിംഗ്. രണ്ട് പ്രാവശ്യം വന്നിട്ടുണ്ട് വാർണിംഗ് എന്നുള്ളത്. കീപ് വാർണിംഗ് സൈൻസ് അഗെയിൻസ്റ്റ് ടോക്സിക് സബ്സ്റ്റൻസ് എക്സെട്ര. എന്തെങ്കിലും അപകടകരമായിട്ടുള്ള സബ്സ്റ്റൻസ് അല്ലെങ്കിൽ സാധനങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ അതിനെതിരെ വാർണിംഗ് സൈൻ ബോർഡുകൾ അവിടെ സ്ഥാപിക്കുക. ഇന്ന സാധനങ്ങളിൽ ഇന്ന ഏരിയാസ് ഡേഞ്ചറസ് ആണ്, ഇന്ന സാധനങ്ങൾ അവിടെ ഇരിപ്പുണ്ടെങ്കിൽ അതൊക്കെ ഡേഞ്ചറസ് ആണ്, അവിടേക്കൊന്നും നിങ്ങൾ പോകണ്ട, അതൊന്നും നിങ്ങൾ എടുക്കാൻ യൂസ് ചെയ്യാൻ പാടില്ല, തുടരുത് എന്നൊക്കെ പറഞ്ഞ് വാർണിംഗ് ബോർഡുകൾ എഴുതി കാണാറില്ലേ. അതുപോലെ പേഷ്യൻസിനെ വാൺ ചെയ്യുന്ന രീതിയിൽ അവർക്ക് ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്ന രീതിയിൽ എന്തെങ്കിലും ടോക്സിക് ആയിട്ടുള്ള അപകടകരമായിട്ടുള്ള സാധനങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഇരിപ്പുണ്ടെങ്കിൽ അതിനെതിരെ ഒരു വാർണിംഗ് ബോർഡുകൾ സ്ഥാപിക്കുകയും ചെയ്യുക. വേഗം ഒന്ന് വായിച്ചു നോക്കി. സേഫ്റ്റി ഇൻ പേഷ്യന്റ് കെയർ. ഫസ്റ്റ് നമ്മൾ എന്താ പറയുക, ജസ്റ്റ് ഒന്ന് മിസ് വേഗം ഒന്ന് പറഞ്ഞുതരാമേ. സേഫ്റ്റി ഇൻ പേഷ്യന്റ് കെയർ എന്ന് പറഞ്ഞാൽ പേഷ്യൻസുമായി ബന്ധപ്പെട്ട സുരക്ഷയാണ് കേട്ടോ. അപ്പൊ അവിടെ ഫസ്റ്റ് പറഞ്ഞ എന്താ? പേഷ്യന്റ് ഫോളിങ് ഫ്രം ബെഡ് അല്ലെ, ബെഡിൽ നിന്ന് താഴെ വീഴാതിരിക്കുന്നതിന് വേണ്ടി. അതിപ്പോ ബലഹീനരായിട്ടുള്ളവരാവാം, അല്ലെങ്കിൽ ഒരു ദിശാബോധമില്ലാത്തവരാവാം, അല്ലെങ്കിൽ സെഡേഷനുള്ളിൽ മയക്കത്തിലിരിക്കുന്നവരാവാം. അവർക്കൊക്കെ ചിലപ്പോ പെട്ടെന്ന് നമുക്ക് ഒരാളുടെ സഹായം ആവശ്യമായി വരുന്ന ഒരു കണ്ടീഷനാണ് ഇതൊക്കെ. അപ്പൊ അങ്ങനെ ഒരു സഹായം ആവശ്യമില്ലാതെ ചിലപ്പോ അവരുടെ ആരെയും സഹായം വേണ്ട എന്ന രീതിയിൽ ചിലപ്പോ അവർ പെട്ടെന്ന് താഴേക്ക് ഇറങ്ങാൻ പറ്റുന്ന, പെട്ടെന്ന് മുകളിലേക്ക് കയറുന്ന സമയത്തൊക്കെ അവിടെ വീണ അപകടങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരെ ഏറ്റവും നന്നായിട്ട് പറഞ്ഞ് മനസ്സിലാക്കണം. എന്താണ് ഈ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ ഒരാളുടെ സഹായം ആവശ്യമാണ്, അവരുടെ സഹായത്തോടു കൂടിയാണ് ഇറങ്ങാനും കയറാനും പാടുള്ളൂ എന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാൽ മാത്രമേ അവർ ആ ഒരാളുടെ സഹായം തേടുകയുള്ളൂ. അതിലൂടെയാണ് നമുക്ക് അവരുടെ സേഫ്റ്റി ഉറപ്പുവരുത്താൻ പറ്റുന്നത്. രണ്ടാമത് പേഷ്യൻസിന്റെ സാധനങ്ങൾ വയ്ക്കാനായിട്ട് അവർക്ക് തൊട്ടടുത്ത് തന്നെ ഇതില്ലേ, തൊട്ടടുത്ത് തന്നെ അവർക്ക് പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ഒരു കല്ലെത്തിച്ചാൽ തന്നെ എത്താൻ പറ്റുന്ന രീതിയിലുള്ള ഇടത്തൊക്കെ ആയിരിക്കും നമ്മൾ ടേബിളും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത് ദൂരെ നിന്നൊക്കെ ആണെങ്കിൽ നമ്മൾ ചിലപ്പോ പേഷ്യൻസിനെ എത്തിപ്പിടിക്കുന്ന സമയത്തൊക്കെ താഴെ വീണ് പോകാനായിട്ട് സാധ്യതയുണ്ട് അല്ലെ. എഴുതിയൊക്കെ പോകുമ്പോഴും പല അപകടങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സാധനങ്ങൾ പേഷ്യൻസിന്റെ ഏറ്റവും ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വെക്കാനായിട്ട് അതിനടുത്ത് തന്നെ എന്ത് ചെയ്യും, വെക്കാനുള്ള ഒരു സൗകര്യം ചെയ്തു കൊടുക്കുക. അതുപോലെ മലമൂത്ര വിസർജനവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ വന്നാല് നേഴ്സ് കോഡ് ബെല്ലുകൾ അടിക്കാനായിട്ട് ആസ്ക് ചെയ്യുക. നേഴ്സ് കോഡ് ബെല്ലുകൾ അടിച്ച് ആവശ്യപ്പെടാവുന്നതാണ് സഹായം. ബെഡ് റെയിൽസ്, ബെഡിന്റെ രണ്ട് സൈഡിലും ബെഡ് റെയിൽസ് യൂസ് ചെയ്യുക. മരുന്നുകൾ കൊണ്ടുവരുന്ന സമയത്ത് ഡബിൾ ചെക്ക് ചെയ്ത് പേഷ്യൻസിന്റെ പേരും കാര്യങ്ങളും ഡീറ്റെയിൽസും കൃത്യമായി ലേബൽ ചെയ്ത് കൊണ്ടുവരിക. അവിടെ ഉപയോഗിക്കുന്ന എല്ലാ ബോട്ടിൽസും കണ്ടെയ്നേഴ്സും കൃത്യമായ പേരുകൾ എഴുതി ലേബൽ ചെയ്ത് സൂക്ഷിക്കേണ്ടതാണ്. മെഡിസിൻ സപ്ലൈ സാധനങ്ങളൊക്കെ ലോക്ക് ചെയ്ത് സൂക്ഷിക്കേണ്ടതാണ്. അതുപോലെ ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസോ കാര്യങ്ങളോ ഒക്കെ അവിടെ ഇരിപ്പുണ്ടെങ്കിൽ അതിനെതിരെ വാർണിംഗ് ബോർഡുകൾ അല്ലെങ്കിൽ വാർണിംഗ് സൈനുകൾ സ്ഥാപിക്കേണ്ടതാണ്. ഓക്കെ ആണോ? സേഫ്റ്റി ഇൻ പേഷ്യന്റ് കെയർ അടുത്ത ദിവസം വരുമ്പോ ഒന്ന് വായിച്ചിട്ട് വരാം കേട്ടോ. അടുത്ത ദിവസം നമുക്ക് ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മിസ്സിന്റെ അടുത്ത് ചോദിക്കാം കേട്ടോ. താങ്ക് യു.